പരിവാദിനികള കലാ കുതൂഹല സാത്വികി ഗുണവിലാസ ചിത്രിത യാത്മന പരമ പാവനി കലാ സാ ശിവാനി വിദധാതു ശാരദ ശാരദേന്ദു കിരണോജ്വലാകൃതി. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഭൂയോ അസദ സദസദിതി. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഭൂയോ അസദ സദസദിതി. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. സച്ഛബ്ദാദയോ അസദഭാവശ്ചേതി. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. സച്ഛബ്ദാദയോ അസദഭാവശ്ചേതി. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. പൂർവം സതിതമനുസൃത്യ ചക്ഷുരാദയച്ചൈകം ചേതി. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. പൂർവം സതിതമനുസൃത്യ ചക്ഷുരാദയച്ചൈകം ചേതി. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ജ്ഞാതൃജ്ഞാനയോരന്യോന്യ വിഷയ വിഷയിത്വാൻ മിഥുനത്വമിതി. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ജ്ഞാതൃജ്ഞാനയോരന്യോന്യ വിഷയ വിഷയിത്വാൻ മിഥുനത്വമിതി. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഏവം ജ്ഞാനജ്ഞേയ വിഭാഗഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഏവം ജ്ഞാനജ്ഞേയ വിഭാഗഃ. രത്ന സമുദ്ഭാസിതമൂർത്തയേ വേദാന്താംബുജസൂര്യായ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം നമഃ പരമർഷിഭ്യോ നമഃ. പരമർഷിഭ്യഃ. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. മഹാഗുരുവിൻ്റെ പാദകമലങ്ങളിൽ ശതകോടി പ്രണാമങ്ങൾ അർപ്പിക്കുന്നു. ഈ സത്സംഗത്തിലേക്ക് സമാഗതരായിരിക്കുന്ന ആത്മജിജ്ഞാസുക്കൾക്ക് ഏവർക്കും വന്ദനം. വേദാന്ത സൂത്രം എന്ന ഗുരുവിൻ്റെ സർവഗതികളുടെയും സാരം അടങ്ങുന്ന ആ സൂത്രം ഗുരുവിൻ്റെ കൃതികളിലേക്ക് കടക്കാനുള്ള ഒരു താക്കോല് കൂടിയാണത്. ഇതിലൂടെ നമുക്ക് ഗുരുവിൻ്റെ എല്ലാ കൃതികളിലൂടെയും എളുപ്പത്തിൽ സഞ്ചരിക്കാനായിട്ട് സാധിക്കും. എല്ലാം കൂടെ ഗുരു ഒരു സൂത്രവാക്യത്തിലാക്കി തന്നിരിക്കുകയാണ്. ഗുരുവിൻ്റെ കൃതികളും ഗുരുവിൻ്റെ അവതാരവും സകലതും. അപ്പോൾ വേദാന്ത സൂത്രത്തിന് അതിൻ്റെതായ
ആ കൃതിക്ക് അതിൻ്റെതായ ഒരു പ്രാധാന്യം കൊടുത്തുകൊണ്ട് വേണം നമ്മളിത് കേൾക്കാനും പഠിക്കാനും ഒക്കെ. കാരണം ബാദരായണ ഋഷിക്ക് ശേഷം കലിയുഗത്തിലേക്ക് അവതരിച്ച ശ്രീനാരായണ ഋഷി രചിച്ച വേദാന്ത സൂത്രം ഒരു പൂർവപക്ഷവുമില്ല, ഒരു ഖണ്ഡനവുമില്ല, മണ്ഡനവുമില്ല. എന്താണോ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അറിയേണ്ടതായ സത്യം, ആ ഉപനിഷത്ത് സത്യത്തെ വേദത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ തള്ളേണ്ടത് തള്ളിക്കളഞ്ഞ് കൊള്ളേണ്ടത് കൊണ്ടുകൊണ്ട് മനുഷ്യന് ആവശ്യമുള്ളത്, ഒരു മനുഷ്യന് ഈ ഭൗതിക ജീവിതത്തിലേക്ക് എങ്ങനെ ജീവിച്ച് ജീവിതം സാർത്ഥകമാക്കാം എന്നതിന് വേണ്ടുന്ന അറിവ് ഗുരു നമുക്ക് വേദാന്ത സൂത്രത്തിലൂടെ ഉള്ളടക്കി വെച്ചിരിക്കുന്നു. നമ്മൾ ഈ പ്രപഞ്ചത്തിൽ ജീവിക്കുമ്പോൾ ഒരു മനുഷ്യ ശരീരത്തിൽ വന്ന നമുക്ക്, വിശേഷ ബുദ്ധിയുള്ള മനുഷ്യൻ ഈ ലോകത്ത് വെറുതെ അങ്ങ് കൊണ്ട് ഉറങ്ങിയും ജീവിച്ചു പോയാൽ പോരാ. മനുഷ്യ ജീവിതത്തിനൊരു ലക്ഷ്യമുണ്ടെന്നും ആ ലക്ഷ്യം ആത്മാന്വേഷണമാണെന്നും ആ ആത്മസത്യം തന്നെയാണ് താനായിരിക്കുന്നതും ഈ പ്രപഞ്ചമായിരിക്കുന്നതും എന്നും അറിയേണ്ടതുണ്ട്. ആ സത്യത്തിന്റെ വിവിധ ഭാവമുഖങ്ങളെ കുറിച്ചാണ് ഗുരു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഉണ്മയുടെയും ഇല്ലായ്മയുടെയും രൂപത്തിൽ പ്രതീതമായിരിക്കുന്ന ഈ പ്രപഞ്ചത്തിന്റെ ശരിയായ സ്വരൂപം എന്താണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഗുരു. ഭാവ രൂപത്തിലാണ് ആ പ്രപഞ്ചം. സത്തിന് ഭാവവും അസത്തിന് അഭാവവും കൽപ്പിക്കണം എന്ന് ഗുരു പറഞ്ഞു. ഏകമായ ആ സത്യത്തിലാണ്, കേവല സത്തയിലാണ് ഈ സത്തും അസത്തും ഭാവങ്ങൾ മാറി മാറി വന്നുകൊണ്ടിരിക്കുന്നത്. അസത്ത് എന്ന് പറയാൻ കാരണം പ്രപഞ്ച ദൃശ്യങ്ങള് സത്തിനെ ആശ്രയിച്ചു മാത്രം നിൽക്കുന്നത് കൊണ്ടും സത്തിനെ കൂടാതെ സ്വന്തമായി നിലനിൽപ്പില്ലാത്തത് കൊണ്ടുമാണ് ഇതിനെ അസത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഏതായാലും നമ്മളുടെ ക്ലാസ്സിലേക്ക് നമുക്ക് കടക്കാം. ഇന്ന് 8ാമത്തെ സൂത്രമാണ് നമുക്ക് വിചാരം ചെയ്യേണ്ടതുള്ളത്. അതുകൊണ്ട് നമുക്ക് ഇന്ന് ഈ ക്ലാസ്സിൽ എത്തിയിരിക്കുന്ന പലരും, ഒരുപക്ഷെ പലരുമായി നമ്മൾ സംവദിക്കുമ്പോൾ പരിചയപ്പെടണമെന്ന ആഗ്രഹം പറയുമ്പോൾ നമ്മൾ അവരുടെ ജീവിതത്തിലേക്ക് ഒന്നൊരു എത്തിനോട്ടം നടത്തി നോക്കുമ്പോൾ ഒരുപക്ഷെ ജീവിതം എത്ര കടുത്ത ദുഃഖങ്ങൾ ഭൗതിക ജീവിതത്തിൽ നേരിടുന്നവർ ധാരാളം നമ്മളുടെ ഇപ്പോൾ ഈ ക്ലാസ്സിൽ തന്നെ ശ്രോതാക്കളായിട്ട് ഇരിക്കുന്നുണ്ട്. കടുത്ത ദുഃഖങ്ങൾ, അതായത് ഒരു നിമിഷം ശരീരത്തിന് വേദനയില്ലാതെ ഒന്ന് കടന്നുകൂടുവാൻ കഷ്ടപ്പെടുന്ന, ഗുരുവിനെ മാത്രം മനസ്സിൽ നനച്ചുകൊണ്ട് ജീവിതം സമർപ്പിച്ചുകൊണ്ട് ഭഗവാൻ പറഞ്ഞ ഏതെങ്കിലും ഒരു വാക്കെങ്കിലും കേട്ടാൽ എൻ്റെ രോഗം ശമിക്കുമെന്നും അതുപോലെ തന്നെ എനിക്ക് ഈ ലോക ജീവിതം തരണം ചെയ്യാനുള്ള വെളിച്ചമാകുമെന്നും കരുതുന്ന ജിജ്ഞാസുക്കള് ധാരാളം നമ്മുടെ ക്ലാസ്സിലുണ്ട്. ആ വേദനകളിലെല്ലാം ഭഗവാൻ കൂട്ടായിരിക്കട്ടെ എന്നും ഈ ശരീരത്തിന് വരുന്ന ഗുരു നമ്മൾ നേരത്തെ വിചാരം ചെയ്ത പോലെ ഒരു തേളിന്റെ വായില് പെട്ട പോലെ, തേൾവായിടയിൽ തിരിയാമൽ അല്ലെ, അങ്ങനെ ഈ ശരീരം നമ്മളെ എപ്പോഴും വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു തേളിന്റെ വായിൽ അകപ്പെട്ടിരിക്കുന്നത് പോലെ ഈ മുമ്മല മുതിരും പൊരുളായ ശരീരം. അപ്പോ ശരീരബോധത്തിനപ്പുറം നമ്മളെ ചൈതന്യവത്താക്കി വെക്കുന്ന ഒരു ആത്മസ്വരൂപത്തിന് രോഗവും ഇല്ല, അതിന് മാറ്റവും ഇല്ല. നിത്യം ഫ്രഷായിരിക്കുന്ന ആത്മസ്വരൂപമാണ് നാം എന്നറിയുമ്പോൾ ഈ ശരീരത്തെ സംബന്ധിച്ചിരിക്കുന്ന അസ്വസ്ഥതകളും രോഗങ്ങളും വേദനകളും എല്ലാം ഒരു പൂന്നുള്ളണ പോലെ നുള്ളി എടുത്തുകൊണ്ട് പോകും നമ്മളിൽ നിന്ന്, ആ ജഗദീശ്വര ശക്തി തന്നെ. അപ്പോൾ എല്ലാവർക്കും ഗുരുവിന്റെ കൃതികൾ പഠിക്കാനും അതിലൂടെ ഒരു ഉൾവെളിച്ചമുണ്ടാകാനും ഈ ഭൗതിക ജീവിത ദുഃഖങ്ങളെയൊക്കെ തരണം ചെയ്യാനും സാധിക്കട്ടെ എന്ന് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ നമ്മുടെ അടുത്ത സൂത്രത്തിലേക്ക് നമുക്ക് കിടക്കാം. പൂർവം 8ാമത്തെ സൂത്രം. 7ാമത്തെ സൂത്രത്തിൽ നമ്മൾ പറഞ്ഞു സച്ചപ്താതയോ അസദഭാവശ്ചേതി. 2 ക്ലാസ്സിലായിട്ടാണ് നമ്മൾ എടുത്തത്. സത്തിന് ഭാവവും അസത്തിന് അഭാവവും കൽപ്പിക്കണം. അസത്തിന് അഭാവം എന്ന് പറഞ്ഞാൽ സത്തിനെ ആശ്രയിച്ചു മാത്രം നിൽക്കുന്നത് കൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അപ്പോൾ അടുത്ത സൂത്രം ഈ പ്രപഞ്ചത്തെ സംബന്ധിച്ചുള്ളതാണ്.
ആ സത്ത് എങ്ങനെയാണ് ഈ പ്രപഞ്ചമായി മാറിയത്? ഗുരുദേവ കൃതികളുടെ എല്ലായിടത്തും ജനീനവരത്ന മഞ്ജരി പോലെയുള്ള കൃതികള്, ആത്മോപദേശ ശതകം, അതുപോലെ തന്നെ അദ്വൈത ദീപിക, നിരവധിയായ കൃതികളിലൂടെ ഗുരു പറയുന്ന ആ മഹത്തായ ആ ദർശനത്തെ വളരെ ചെറിയ വാക്കുകളിലൂടെ ഉള്ളടക്കി ഗുരു വച്ചിരിക്കുകയാണ്. 8ാമത്തെ മന്ത്രത്തിലൂടെ പറയുന്നു, പൂർവം സതിതമനുസൃത്യ. ശ്രദ്ധയോടെ ആ സൂത്രം എടുത്തു വെച്ച് ഞാൻ കുട്ടികളോട് പറയാറുണ്ട്, ഓരോ വരിയുടെയും അടിയിൽ വിരല് വെച്ച് ശ്രദ്ധയോടെ വായിക്കണം. സംസ്കൃത പദങ്ങളാണ്. ഒരു അക്ഷരം വിട്ടുപോയാൽ തന്നെ സൂത്രത്തിന്റെ ആശയം ആകെ മാറിപ്പോകും. പൂർവം സതിതമനുസൃത്യ ചക്ഷുരാദയശ്ചൈകം ചേതി. പൂർവം സതിതമനുസൃത്യ ചക്ഷുരാദയശ്ചൈകം ചേതി. ഇത് വായിക്കുക, നമുക്കത് പിരിച്ചു പറയാം. പൂർവം സത്ത് പ്ലസ് ഇതം പ്ലസ് അനുസൃത്യ. സതിതമനുസൃത്യ. സത്ത് ഇതം. ഒരിക്കലും ഇനി പദച്ഛേദം മറന്നു പോകരുത്. 2-3 വട്ടം പറയുന്നുണ്ട്. സത്ത് ഇതം അനുസൃത്യ. സതിതമനുസൃത്യ. കിട്ടിയെന്ന് തോന്നുന്നു. ചക്ഷുരാദയശ്ചൈകം. അത് വായിക്കാൻ ബുദ്ധിമുട്ട് വേണ്ട. ചക്ഷുഹു ആദയഃ ച ഏകം. 4 പദങ്ങൾ ചേരുന്നതാണ് അതില്. ചക്ഷുഹു പ്ലസ് ആദയഃ പ്ലസ് ച പ്ലസ് ഏകം. ചക്ഷുരാദയശ്ചൈകം. ചക്ഷുഹു ആദയഃ ച ഏകം. ചക്ഷുരാദയശ്ചൈകം ചേതി. ചേതി പിരിക്കുമ്പോ ച പ്ലസ് ഇതി ചേതി. ഗുണസന്ധി. ച പ്ലസ് ഇതി ചേതി. അപ്പൊ നമുക്ക് സൂത്രത്തിൽ മൊത്തം എത്ര പദങ്ങളുണ്ടെന്നൊന്ന് എണ്ണി പിരിച്ച് എഴുതി വെക്കണത്. പൂർവം. അത് നമുക്ക് കുട്ടികൾക്കോ അല്ലെങ്കിൽ നമുക്ക് മറ്റൊരാളിലേക്ക് ഇത് പകർന്നു കൊടുക്കുമ്പോൾ ഒരൊറ്റ അക്ഷരം പോലും തെറ്റാതെ, ഉച്ചാരണം തെറ്റാതെ, പദച്ഛേദം തെറ്റാതെ വളരെ കൃത്യമായി ശ്രദ്ധയോടെ കേൾക്കണം. പൂർവം സത്ത് ഇതം അനുസൃത്യ ചക്ഷുഹു ആദയഃ ച ഏകം ച ഇതി. ചക്ഷുരാദയശ്ചൈകം ചേതി. ഇത്തിരി പദച്ഛേദങ്ങൾ അധികം വരുന്ന ഒരു സൂത്രമാണിത്. ഏകദേശം 10ഓളം പദങ്ങൾ വരുന്നുണ്ട് അതിൽ, അല്ലെ? പൂർവം. നിങ്ങൾക്ക് ഇനി സൂത്രം നിങ്ങൾക്ക് വായിക്കാനും പിരിച്ചെഴുതാനും പഠിച്ചു എന്ന് തോന്നണു, അല്ലെ? പൂർവം ആവർത്തിച്ച് പറയുമ്പോൾ വിരസത തോന്നണ്ട. അറിയില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറയണത്. പൂർവം സത്ത് ഇതം അനുസൃത്യ ചക്ഷുഹു ആദയഃ ച ഏകം. ചക്ഷുരാദയശ്ചൈകം. ഈ ഷ് കയറി വരുന്നത് എപ്പോഴാന്ന് പറയാം? വിസർഗം വരുമ്പോഴാണ്. വിസർഗം വന്നിട്ട് പദച്ഛേദം വരുമ്പോഴാണ്, അപ്പുറത്ത് സന്ധി ചേരുമ്പോഴാണ് ഷ് എന്ന് വരുന്നത്. അവിടെ പിരിക്കുമ്പോ ചക്ഷുരാദയഃ വിസർഗം. ചക്ഷുഹു ആദയഃ. അവിടെ ചക്ഷുരാദയ കണ്ടോ? ചക്ഷു കഴിഞ്ഞ് ആദയം വന്നപ്പോ ചക്ഷുഹു നടത്ത വിസർഗത്തിന് രേഭം വന്നതാണ്, രകാര ആദേശം വന്നതാണ് ചക്ഷുരാന്ന് വന്നത്. ചക്ഷുഹു ആദയഃ ച ഏകം ച ഇതി. ചക്ഷുരാദയശ്ചൈകം ചേതി. ഇതാണ് നമ്മളുടെ 8ാമത്തെ സൂത്രം. ഇനി നമുക്ക് ഇതിന്റെ ഓരോ പദങ്ങളും ഒന്ന് പരിശോധിക്കാം. പൂർവം. നമ്മൾ ഈ പദം ഒത്തിരി വട്ടം പഠിച്ചിട്ടുണ്ട്, അല്ലെ? പൂർവം, മുൻപ്, ബിഫോർ, അല്ലെ? ക്രിയേഷന് മുൻപ്, സൃഷ്ടിക്ക് മുൻപ്. സൃഷ്ടേഹേ പ്രാക്ക് എന്ന് പറയും സംസ്കൃതത്തിൽ പറയുമ്പോൾ, ഉപനിഷത്ത് ഭാഷയിൽ പറയുമ്പോൾ സൃഷ്ടിക്കും. പ്രാക്ക് എന്ന് പറഞ്ഞാൽ ബിഫോർ, മുൻപ്. സൃഷ്ടേഹേ പ്രാക്ക്, സൃഷ്ടിക്ക് മുൻപ്, ആദിയിൽ. ആദിയിൽ. ഇതിപ്പോ തന്നെ കേട്ട് നിങ്ങൾക്ക് പഠിച്ചങ്ങോട്ട് പോകാം. ഓരോ സൂത്രത്തിന്റെ കാരണം അനേക ഉപനിഷത്തുകളിൽ പറയുന്ന ആ ദർശനത്തെ ചേർത്ത് വെച്ചുകൊണ്ട് ഗുരു 10 വാക്കുകൾ ഒതുക്കി കൂട്ടിച്ചേർത്ത് തന്നേക്കുക. അനേകം ഉപനിഷത്തിന്റെ ദർശനമാണിത്. ഉപനിഷത്ത് സാരം തന്നെയാണിത്. അപ്പോ സൃഷ്ടിക്ക് മുൻപ്, പൂർവം സത്ത്. എത്രയോ പ്രാവശ്യം നമ്മൾ സത്ത് എന്നുള്ള പദം ഇവിടെ പഠിച്ചു കഴിഞ്ഞു, അല്ലെ?
സത്തായിരുന്ന, കേവല സത്തയായിരുന്ന, ഉണ്മയുടെ അനുഭവമുള്ള, നാമരൂപരഹിതമായ ഉണ്മയായിരുന്ന ബ്രഹ്മം. ഒത്തിരി നമ്മൾ പല പേരുകളിലും ഈ സത്തിനെ പല ഭാവങ്ങളിലും നമ്മൾ പഠിച്ചതാണ്. പ്രപഞ്ചമായി വന്നപ്പോഴുള്ള സത്തിനെയും കേവല സത്തയെയൊക്കെ ഉപനിഷത്തിന്റെ ബലത്തിൽ നമ്മൾ പഠിച്ചു വന്നതാണ്. എന്നാലും സത്ത് എന്ന് പറഞ്ഞ സത്തായിരുന്ന, അതായത് ഉണ്മയായിരുന്ന, നാമരൂപരഹിതമായ ഉണ്മയായിരുന്ന ആ ബ്രഹ്മത്തെയാണ് സത്ത് എന്ന് പറയുക. നാമരൂപരഹിതമായ ഉണ്മയായിരുന്ന ബ്രഹ്മം. ഇനി ഇതം. ഇതം എന്ന ശബ്ദം കൊണ്ട് എപ്പോഴും എന്തിനെയാ പറയണത്? തത് എന്ന ശബ്ദം പ്രപഞ്ചത്തെ അല്ല, അത് നമ്മൾ തറവാക്കണം. നമുക്ക് തത് എന്നുള്ള ശബ്ദം കൊണ്ട് തത്പദം, ഉണ്മയെ, അതായത് ബ്രഹ്മത്തെ പറയുന്ന ബ്രഹ്മവാചി ശബ്ദമാണ് തത്. ഇതം എന്ന് പറഞ്ഞാൽ എപ്പോഴും ഈ ഇത് എന്നുള്ള വാക്ക്, ആ വാക്കിനർത്ഥം ഇത് അല്ലെ, ദിസ്. പ്രപഞ്ചം, നമ്മൾ ജീവിക്കുന്ന ഈ പ്രപഞ്ചവും അത് ആ ആദിയിൽ സത്തായിരുന്ന ബ്രഹ്മം തന്നെയാണ് ഇതം, ഈ പ്രപഞ്ചമായി തീർന്നത്. നേരത്തെ പറഞ്ഞത് തന്നെയാ. എങ്ങനെയാണ് ഈ പ്രപഞ്ചത്തിന്റെ ഒരു വരവ് എന്ന് ഗുരു പറയാ? ആ സത്ത് ഇതം അനുസൃത്യ, പൂർവം മുൻപ് സത്ത് സത്തായിരുന്ന, ഇതം സത്തായിരുന്ന ബ്രഹ്മം, ഇതം ഈ പ്രപഞ്ചമായി മാറിയപ്പോൾ അനുസൃത്യ എന്ന് പറഞ്ഞാൽ അതിനെ അനുസരിച്ച്, അതിനെ പിന്തുടർന്ന്, ഈ സത്തിനെ പിന്തുടർന്ന്. സത്ത് തന്നെ പ്രപഞ്ചമായി മാറിയപ്പോൾ, സത്ത് നമ്മൾ കഴിഞ്ഞ സൂത്രത്തിൽ പഠിച്ചു, ഏതൊരു പരിണാമഘട്ടങ്ങളിലും സത്ത് കടന്ന് നിൽക്കുന്നുണ്ട്. അന്ധകരണമായപ്പോഴും, പ്രാണനായപ്പോഴും, ബുദ്ധിയായപ്പോഴും, അതുപോലെ ഇന്ദ്രിയങ്ങളിലൂടെ എടുക്കുന്ന ജ്ഞാനമായപ്പോഴും, എല്ലാത്തിലും ഈ സത്ത് എപ്പോഴും കൂടെയുണ്ട്, അറിവായി കൂടെയുണ്ട്. അതാണ് ഇവിടെ പറയാൻ പോകുന്നത്. സത് ഇതം അനുസൃത്യ, ഈ സത്തിനോടനുബന്ധിച്ച്, ആദിയിൽ സത്തു മാത്രമായിരുന്ന, ഉത്പത്തിക്ക് മുമ്പ് സത്തു മാത്രമായിരുന്ന ആ കേവല സത്യം ഇതം ഈ പ്രപഞ്ചമായി മാറിയപ്പോൾ അതിനെ പിന്തുടർന്ന്, കേവല സത്യം പ്രപഞ്ചമായപ്പോൾ അതിനോടനുബന്ധിച്ച് ചക്ഷുരാദേഹ, ചക്ഷു എന്നുള്ള വാക്ക് സംസ്കൃത പദമാണ്, കണ്ണ് എന്നാണ് അർത്ഥം. ചക്ഷു കണ്ണ്, ചക്ഷുഹു ആദേഹ കണ്ണും, അതുപോലെ തന്നെ ചക്ഷുരാദി ഇന്ദ്രിയങ്ങളും അവയുടെ വിഷയങ്ങളും. ചക്ഷുരാദി ഇന്ദ്രിയങ്ങൾ എന്ന് പറയുമ്പോൾ കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്ക്, ചെവി തുടങ്ങിയ ജ്ഞാനേന്ദ്രിയങ്ങളും, അതുപോലെ തന്നെ ആദയഹ തുടങ്ങിയവ. അതിലൂടെ നമുക്ക് വ്യാഖ്യാനിക്കുമ്പോൾ അതൊക്കെ വിശദമായി പഠിക്കാം. നമുക്ക് ചക്ഷുരാദി ഇന്ദ്രിയങ്ങളും അവയുടെ വിഷയങ്ങളും അതൊക്കെ നമുക്ക് വ്യാഖ്യാനിക്കുമ്പോൾ വ്യക്തമായിട്ട് പഠിക്കാം. ഇപ്പൊ വാക്കിന്റെ അർത്ഥം മാത്രം പറഞ്ഞു പോകാം. ചക്ഷുരാദേഹ, കണ്ണ്, ജ്ഞാനേന്ദ്രിയങ്ങളും അല്ലെങ്കിൽ ഇന്ദ്രിയങ്ങളും അവയുടെ വിഷയങ്ങളും എന്ന് കൊടുക്കാം. ചക്ഷുരാദി ഇന്ദ്രിയങ്ങളും അവയുടെ വിഷയങ്ങളും, ആദേഹ തുടങ്ങിയ, ഏകം ച തുടങ്ങിയവയും, ചക്ഷുരാദികളും അവയുടെ വിഷയങ്ങളും തുടങ്ങി, ചക്ഷുരാദികളും അവയുടെ വിഷയങ്ങളും തുടങ്ങി, ഏകം ച എന്ന് പറഞ്ഞാൽ മനസ്സ്. ഏകം മനസ്സെന്ന് പറയുമ്പോൾ മനസ്സ്, ബുദ്ധി, അതും പറഞ്ഞു തരാം, വിശദമായി പറയാം. മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം നാലും കൂടി ചേർന്നതിനെയാണ് ഏകം എന്ന് പറയാം. മനസ്സും ഇന്ദ്രിയങ്ങളും ഇന്ദ്രിയ വിഷയങ്ങളും മനസ്സും ഇതി എന്നറിയണം. അപ്പൊ ചക്ഷുരാദികളും അവയുടെ വിഷയങ്ങളും മനസ്സും ഈ കേവല സത്ത പ്രപഞ്ചമായി മാറിയപ്പോൾ, വാക്കിന്റെയും അർത്ഥം കിട്ടിയെന്ന് തോന്നണു. പൂർവം സൃഷ്ടിക്ക് മുൻപ് ആദിയിൽ സത്തായിരുന്ന, അതായത് നാമരൂപരഹിതമായ ഉണ്മയായിരുന്ന ബ്രഹ്മം ഇതം ഈ പ്രപഞ്ചമായി തീർന്നു അല്ല, ഈ പ്രപഞ്ചമായി എന്ന് പറയാം. ഈ പ്രപഞ്ചമായപ്പോൾ അനുസൃത്യ ഈ സത്തിനെ പിന്തുടർന്ന്, ഈ സത്തിനോടനുബന്ധിച്ച്
ചക്ഷുരാദയ ഏകം ച, ചക്ഷുരാദി ഇന്ദ്രിയങ്ങളും മനസ്സും ഉണ്ടായി. ആ സൂത്രാർത്ഥം ഒന്ന് വെറുതെ എഴുതി വെച്ചോ. ആദിയിൽ കേവലം സത്ത് മാത്രമായിരുന്ന ബോധം, ആദിയിൽ കേവലം സത്ത് മാത്രമായിരുന്ന അല്ലെങ്കിൽ ഉണ്മ മാത്രമായിരുന്ന ബോധം, നമ്മളെ പോലെ നാമോ രൂപം ഒന്നും ഉണ്ടായിരുന്നില്ല, വെറും ഉണ്മ മാത്രം, കേവല സത്ത മാത്രം, ഉണ്മയായിരുന്ന ആ ബോധം ഈ പ്രപഞ്ചമായി തീർന്നു. ഈ പ്രപഞ്ചമായി തീർന്നു. അതിനോടനുബന്ധിച്ച് ചക്ഷുരാദി ഇന്ദ്രിയങ്ങളും അവയുടെ വിഷയങ്ങളും, അതിനോടനുബന്ധിച്ച് ചക്ഷുരാദി ഇന്ദ്രിയങ്ങളും അവയുടെ വിഷയങ്ങളും മനസ്സും ആയിത്തീർന്നു. അപ്പൊ ഈ പ്രപഞ്ചം നമ്മൾ കഴിഞ്ഞ ക്ലാസ് കേട്ടവർക്ക് എളുപ്പത്തിൽ ഇത് മനസ്സിലാവും. സൃഷ്ടി എങ്ങനെ വരണേ, സൃഷ്ടി പ്രക്രിയ വളരെ കൃത്യമായി നമ്മൾ പഠിച്ചതാണ്. അതൊന്നും കൂടി ഓർത്ത് റിവൈസ് ചെയ്തോളണം. അത് നമുക്ക് അത്യാവശ്യമുള്ളതാണ്. നമ്മൾ എങ്ങനെയായി ലോകത്തേക്ക് വന്നത്, നമ്മൾ എന്തിന്റെ ഭാഗമായാണ് ഇങ്ങനെ ഇരിക്കുന്നത്, എത്ര അസ്തിത്വം ഉണ്ട് നമുക്ക് എന്നൊക്കെ നമ്മളൊന്ന് അറിയണ്ടേ. എന്തൊക്കെയോ സങ്കല്പലോകം കെട്ടി അവിടെ രാജകുമാരനും രാജകുമാരിയൊക്കെ ആയിട്ട് വാഴുന്ന നമ്മുടെ ഇരിപ്പ് എന്താണെന്ന് നമ്മളൊന്ന് അറിയണ്ടേ. അതിനെ പഠിക്കലാണ് സ്പിരിച്വാലിറ്റി. അപ്പോൾ ആദിയിൽ കേവലം സത്തു മാത്രമായിരുന്ന, ഉണ്മ മാത്രമായിരുന്ന ബോധം ഈ പ്രപഞ്ചമായി തീർന്നു. അപ്പോ ഈ പ്രപഞ്ചത്തിന്റെ യഥാർത്ഥ സ്വരൂപം എന്ന് പറഞ്ഞ ഉണ്മ മാത്രമാണ്. അതിലേക്ക് ശക്തി ചലിച്ചാണ് ഈ മാറ്റങ്ങൾ ഉണ്ടായിരിക്കുന്നത്. പ്രപഞ്ചമായി തീർന്നു. അതിനോടനുബന്ധിച്ച് ചക്ഷുരാദി ഇന്ദ്രിയങ്ങളും അവയുടെ വിഷയങ്ങളും മനസ്സും ആയിത്തീർന്നു. ഇനി നമുക്കിതിന്റെ ഒന്ന് വിശദീകരണത്തിലേക്ക് പോയപ്പോൾ സൂത്രം കിട്ടി, പദച്ഛേദം പറഞ്ഞു, ഓരോ വാക്കിന്റെയും അർത്ഥം പറഞ്ഞു, സൂത്രത്തിന്റെ അർത്ഥം പറഞ്ഞു. ഓരോന്നും വ്യക്തമായി നോട്ട് കൃത്യമായി എഴുതി വെക്കുക. കാരണം ഇത് ഇത്തിരി ദാർശനികമായ പഠനമാണ്. നമുക്ക് ഒരാൾക്ക് പകർന്നു കൊടുക്കുമ്പോൾ നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ പോരാ, വളരെ കൃത്യമായി തെറ്റാതെ ഈ കിട്ടുന്നത് അങ്ങനെ തന്നെ ഒരാളിലേക്കെങ്കിലും ഒരാൾ പകർന്നു കൊടുത്താൽ ഈ 70 പേര് ക്ലാസ് കേട്ടാൽ 70 പേരിലേക്കും കൂടി എത്തിയാൽ തന്നെ ഒരു 140 പേരിലേക്ക് ഇത് എത്തുമല്ലോ. അപ്പോൾ അത്രയും ചെയ്യുക ഓരോരുത്തരും. നമുക്കതിനുള്ള ഒരു ഉത്തരവാദിത്വം ഉണ്ട്. കാരണം ഭഗവാൻ ഇത് തന്നിട്ട് വർഷങ്ങൾ എത്രയായി. അപ്പോൾ പലതിൻ്റെയും 100 വർഷമൊക്കെ ആയി വരുന്നു. നമ്മൾ തൊടുന്നേ ഉള്ളൂ ഓരോന്നൊക്കെ. അടുത്തത് ഇതിന്റെ വ്യാഖ്യാനം എന്താന്ന് നോക്കാം. ഇനി ആദ്യം സത്തിനെ എടുക്കാം നമുക്ക്. സത്ത് എന്ന് പറഞ്ഞാൽ അത് പറഞ്ഞത് തന്നെയാണ്, പക്ഷെ നമുക്ക് ഈ സൂത്രത്തിലുള്ളത് കൊണ്ട് ഇത് വ്യാഖ്യാനിച്ചേ പറ്റൂ. 3 കാലങ്ങളിലും മാറ്റമില്ലാതെ നിൽക്കുന്ന ഉണ്മയാണ് സത്ത്. കാലത്രേബി അബാധിത, 3 കാലങ്ങളിലും മാറ്റമില്ലാതെ നിൽക്കുന്ന ഉണ്മയാണ് സത്ത്. കാലത്രയങ്ങൾക്ക് അതീതമാണത് എന്നും അറിയണം. അപ്പോൾ ഏതാ ഈ കാലത്രയങ്ങള്? 3 കാലങ്ങളിലും മാറ്റമില്ലാതെ നിൽക്കുന്ന ഉണ്മയാണ് സത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഈ 3 കാലങ്ങൾക്കും അതീതമാണ്. 3 കാലങ്ങൾ ഏതാന്ന് ഇനി പറഞ്ഞു തരണ്ടല്ലോ. ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി. ഈ 3 അവസ്ഥ പറയാം. അല്ലെങ്കിൽ പറയാം ഭൂതം, ഭാവി, വർത്തമാനം. കഴിഞ്ഞ കാലത്തും ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്, നാളെയും ഉണ്ട്. ശാശ്വതനാണ്. അജോ നിത്യ ശാശ്വതോയം പുരാണ. ജന്മമില്ലാത്തവനാണ്, നിത്യനാണ്, ശാശ്വതനാണ്. പുരാണ, പണ്ടേ മുതലേ ഉള്ളതാണ്. ന ഹന്യതേ ഹന്യമാനേ ശരീരേ. ശരീരം നശിക്കുമ്പോൾ ഇത് നശിക്കുന്നില്ല. ശാശ്വതനാണ്. അജഹ, ജന്മമില്ലാത്തവനാണ്. അതായത് ജനിച്ചിട്ടില്ല, പണ്ടേ ഉള്ള സത്ത് തന്നെയാണ് ഈ പ്രപഞ്ചമായി മാറിയിരിക്കുന്നത്. അതാണ് ഈ പറയുന്നത്. പുതിയതായിട്ടൊന്നും ഇവിടെ ഉണ്ടായിട്ടില്ല. ഉണ്ടായവയൊക്കെ ബൈ ബൈ പറഞ്ഞു പോവുകയും ചെയ്യും. മാറ്റമില്ലാത്ത സത്യത്തെയാണ് സത്തെന്ന് പറയുന്നത്. ജാഗ്രത, സ്വപ്നം, നമ്മൾ ഉണർന്നിരിക്കുന്ന അവസ്ഥയിലും അറിയുന്ന
സത്ത്. ഇനി ഉറക്കം ഉണർന്ന അവസ്ഥ കഴിഞ്ഞ് നമ്മൾ സുഷുപ്തിയിലേക്ക് അല്ലെങ്കിൽ കടക്കുന്നതിന് തൊട്ട് മുമ്പുള്ള സ്വപ്നാവസ്ഥയിലും നമ്മളോടൊപ്പം തന്നെ ഉണ്ട്. ഇനി നമ്മൾ ഗാഠ സുഷുപ്തിയിലാകുമ്പോഴും നമ്മളോടൊപ്പം മാറുന്ന ആ അവസ്ഥകളിൽ മാറാതെ നിൽക്കുന്ന ആ സത്ത്, ഒരു മാറ്റവും ഇല്ല, എപ്പോഴും ഉണ്ട് കൂടെ. ശൈശവ, ബാല്യ, യൗവന, കൗമാരങ്ങളിലെല്ലാം ഈ സത്ത് ഇങ്ങനെ മാറ്റമില്ലാതെ കൂടെ ഉണ്ട്. ആ സത്തിനെ അറിയാനായില്ലെങ്കിൽ മനുഷ്യജന്മം എത്ര വ്യർത്ഥമാണെന്ന് ആലോചിച്ച് നോക്കി. കണ്ണി കണ്ടതിനെയൊക്കെ സ്നേഹിച്ചും വിഷമിച്ചും ഒക്കെ പോകുമ്പോഴും അനന്തസ്വരൂപമായ ഒന്നും ഉള്ളിലിരിപ്പുണ്ട്, ഒരു മാറ്റവുമില്ലാതെ. അതിനെ കണ്ടില്ലെങ്കിൽ, അനുഭവിക്കാനായില്ലെങ്കിൽ, അതുണ്ടെന്നെങ്കിലും ഒന്നും അറിയാനായില്ലെങ്കിൽ എന്തിനാ നമുക്ക് മനുഷ്യജന്മം കിട്ടിയത് എന്ന് തോന്നിപ്പോവും, അല്ലേ? അതാണ് ഗുരു നമ്മളോട് ചോദിക്കുന്നത്. അപ്പോൾ സത്തെന്ന് പറഞ്ഞാൽ, സത്തെന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് 3 കാലങ്ങളിലും മാറ്റമില്ലാതെ നിൽക്കുന്ന ഉണ്മയാണ് സത്ത്. 3 കാലം, ജാഗ്രത, സ്വപ്ന, സുഷുപ്തി, അല്ലെങ്കിൽ ഭൂതം, ഭാവി, വർത്തമാനം, ഏത് കാലത്തിലും മാറ്റമില്ലാതെ നിൽക്കുന്ന സത്യം. ഇനി ഇതം, അടുത്തത് ഇതം. ഇതം എന്ന പദം കൊണ്ട് ജഗത്തിനെ അല്ലെങ്കിൽ പ്രപഞ്ചത്തെ പരാമർശിക്കുന്ന പദമാണ് ഇതം എന്ന ശബ്ദം. ഇവിടെ പൂർവം സത്ത് ഇതം, സൃഷ്ടിക്ക് മുൻപ് കേവലം ഉണ്മ ബോധമായിരുന്ന ആ സത്യം ഇതം ഈ പ്രപഞ്ചമായി മാറിയപ്പോൾ എന്നാണ് അത്രയും ആ 3 വാക്കിന്റെ അർത്ഥം. ഇവിടെ ഗുരുവിന്റെ ദർശനമാലയിലെ അധ്യാരോപ ദർശനത്തിലെ 3-ാം ശ്ലോകത്തിലെ അതൊക്കെ പഠിച്ചോളൂ, ഇതിന്റെ ഒപ്പം ചേർത്ത് പഠിച്ചോളൂ കേട്ടോ. പ്രാഗുത്പത്തേരിതം സ്വസ്മിൻ വിലീനമത വൈ സ്വതഃ ബീജാദങ്കുരവത് സ്വസ്യ ശക്തിരേവാസ്ത്രിജത് സ്വയം. നോക്കൂ, പ്രാഗുത്പത്തേരിതം, ഉത്പത്തേഹേ പ്രാക്. ഇനി ഇതൊക്കെ നിങ്ങൾ ദർശനമാലയൊക്കെ വായിക്കുമ്പോൾ എളുപ്പത്തിൽ മനസ്സിലാവും. വേദാസൂത്രം പഠിച്ചിട്ട് നിങ്ങൾ ഏത് കൃതി പഠിച്ചോളൂ, എളുപ്പത്തിൽ ദാർശനികമായ നമ്മുടെ ദാർശനികമായ തലത്തിലേക്ക് ഒരു ചലനം ഉണ്ടാക്കിക്കൊണ്ട് കടന്നു പോകും. അത് എല്ലാ കൃതികളും ഗുരുവിന്റെ ഒരു ഭാഗ്യമാണ് നമുക്ക്. ഇതൊക്കെ ഒന്ന് വാവുകൊണ്ടൊന്ന് പറയാനെങ്കിലും ഈ നാവ് ചലിക്കാൻ കിട്ടിയത് ഭഗവാൻ തന്ന അനുഗ്രഹമായിട്ട് കരുതാൻ നമുക്ക്. ഉത്പത്തേഹേ പ്രാഗ്, ഉത്പത്തിക്ക് മുമ്പ് ഇതം. കണ്ടോ, അവിടെ ഇതം എന്ന വാക്ക് ഗുരു ഉപയോഗിച്ചിട്ടുണ്ട്. ഈ പ്രപഞ്ചം സ്വസ്മിൻ, തന്നിൽ തന്നെ വിലീനമായിരിക്കുന്നു. ഉത്പത്തിക്ക് മുമ്പ് ഈ പ്രപഞ്ചം വാസനാമയമായിട്ട് ഈ ജഗദീശ്വരിൽ തന്നെ ഉണ്ട്. വാസനാമയമേവാദൗ ആസീരിത മതപ്രഭു അസൃജൻ മായയാ സ്വസ്യ മായാവീവ അഖിലം ജഗത്ത് എന്നൊക്കെ നമ്മൾ ദർശനമാലയിൽ പഠിച്ചതാണ്. അപ്പോൾ ഉത്പത്തേഹേ പ്രാക്, ഉത്പത്തിക്ക് മുമ്പ് ഇതം ഈ ജഗത്ത് സ്വസ്മിൻ, തന്നിൽ തന്നെ വിലീനമായിരുന്നു. പുതിയതായിട്ടൊന്നും കൊണ്ടുവന്നല്ല. ഇതെങ്ങനെ വന്നതെന്ന് വെച്ചാൽ ബീജാത് അങ്കുരവത്, ഒരു വിത്ത് എങ്ങനെയാണോ മുള, ആ വിത്ത് നമ്മൾ കുഴിച്ചിടുമ്പോൾ അതിൽ നിന്ന് ഒരു മുളയായിട്ട് പൊന്തി വന്നത്, ആ വാസന തന്നെയാണ് ആ മുളയായിട്ട് പൊന്തി വന്നത്. ബീജാത് അങ്കുരവത് സ്വസ്യ തന്റെ തന്നെ ശക്തി ഏവ അസൃജത്. കണ്ടോ, ശക്തിയെ തന്നെയാണ് ഈ പ്രപഞ്ചമാക്കി സൃഷ്ടിച്ചിരിക്കുന്നത്. നമ്മൾ പറഞ്ഞില്ലേ, ബ്രഹ്മശക്തി സ്പന്ദിച്ചതാണ് പ്രപഞ്ചം. ഓരോന്നിലും ആ സ്പന്ദനമുണ്ട്. ആ ശക്തിയാണ് ഈ പ്രപഞ്ചത്തിലാകെ നിറഞ്ഞിരിക്കുന്നത്. ഈശൻ ജഗത്തിലെല്ലാം ആവസിക്കുന്നു എന്ന് പറയുന്നത് ഈ ശക്തിയെയാണ് ഇവിടെ സൃഷ്ടിച്ചത് എന്ന് ഗുരു തന്നെ പറയുക. തന്റെ ശക്തിയെ തന്നെയാണ് ഇങ്ങനെ പലതാക്കി മാറ്റിയത്. പുതിയതായ ഒന്നും അല്ല ഇത്. ഓരോരുത്തരുടെയും വാസന അനുസരിച്ച് ഈ പ്രപഞ്ചത്തെ കാണും, അത്രയേ ഉള്ളൂ. ഇവിടെ എത്രയോ ജീവജാലങ്ങളുണ്ട്, അവരുടെ എല്ലാ ലോകം വ്യത്യസ്തമായിരിക്കും. ഞാൻ കാണുന്ന ലോകമായിരിക്കില്ല മറ്റൊരാൾ കാണുന്ന ലോകം. ഒരു ക്രിക്കറ്റ് കളിക്കാരന്റെ ലോകം എന്ന് പറഞ്ഞാൽ വേറൊരു ലോകമാണ്, ഒരു ഉറുമ്പിന്റെ ലോകം വേറെ ലോകമാണ്, അല്ലെ? ഒരു ഫിലിം ആക്ടറിന്റെ ലോകം അവരുടെ ലോകമാണ്. അപ്പോൾ ഇവിടെ അനേകം ലോകങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് ഓരോരുത്തരും അവരവരുടേതായ ലോകത്ത് ഇങ്ങനെ വ്യവഹരിക്കുമ്പോൾ യഥാർത്ഥമായ സത്യം ആരും തന്നെ അറിയുന്നില്ല. ഈ ജഗദീശ്വര ശക്തിയെ ആരും
അറിയുന്നില്ല. അപ്പോൾ ഒരേ ഒരു ശക്തിയാണ് പലതാക്കിയത്. അത് ഗുരുവിന്റെ മീനായത് അതൊന്ന് ആ ഒരു ഒറ്റ ശ്ലോകം മതി അത് മനസ്സിലാക്കാൻ. എത്ര വ്യക്തമായിട്ടാ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഭൗതികത്തിൽ ഉപയോഗിക്കുന്ന വാക്കുകളെ നല്ല മലയാളം നമ്മൾ പറയുന്ന അതേ ശൈലിയിൽ തന്നെ ഗുരു പറഞ്ഞു തന്നത് അല്ലേ. അമ്മയുടെ ശക്തി, ദേവി ചൈതന്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജഗദീശ്വരന്റെ ശക്തിയാണ്. ശക്തി സ്വരൂപിണിയാണ് ദേവി എന്ന് പറയുമ്പോൾ ദേവിക്ക് ഒരു രൂപമൊക്കെ വെച്ച് മാലയൊക്കെ ചാർത്തി പട്ടുസാരിയൊക്കെ കൊടുത്തു കഴിയുമ്പോൾ ദേവിയുടെ രൂപം ഇതാട്ടോ. സ്റ്റാറ്റസ് ഒക്കെ ഇങ്ങനെ കാണാം. വേദാന്ത കൃതിയൊക്കെ പഠിക്കണവരൊക്കെ ഇങ്ങനെ സ്റ്റാറ്റസ് ഇട്ടിട്ട് ദേവിയെ വർണ്ണിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നുണ്ട്. എന്താണ് ദേവി എന്നുള്ളത്? അവനവനിലിരിക്കുന്ന ശക്തിയാണ് ദേവി എന്ന് പഠിക്കണമെങ്കിൽ ഇനി എത്ര കഴിയണം? ഇത് നമ്മളിലേക്ക് ഇത് മനസ്സിലാക്കിടത്തോളം കാലം അമ്പലങ്ങൾക്കൊക്കെ സുഖമാണ്. ഭക്തി വ്യവസായമായി മാറുകയാണ് ഇപ്പോൾ. പാവങ്ങളായ മനുഷ്യരുടെ ഭക്തിയുടെ പേര് പറഞ്ഞ് ചൂഷണം ചെയ്തുകൊണ്ട് ഉറ്റിക്കൊണ്ടിരിക്കുകയാണ്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഈശ്വരൻ എന്ന് അറിയില്ല. പറഞ്ഞു കൊടുത്താലും മനസ്സിലാവില്ല. അത് ഒരു ചെവി കൊണ്ട് പോലും കേൾപ്പതില്ലേ എന്നുള്ള രീതിയിലാണ് കാതടച്ച് പോകുന്നത്. പഠിപ്പിക്കാൻ തിന്ന് നമ്മളിരുന്ന് പഠിപ്പിച്ച് ഈ ബ്രഹ്മശക്തിയെയും ദേവിയെയും ജന്യനവരത്ന മഞ്ജരിയെ ഒക്കെ പഠിച്ചു കേട്ടിട്ട് ദേ ഓടുന്നുണ്ട്. ഞാൻ ഒന്നും പേര് പറയുന്നില്ല, ഓടുവാണ്. എന്ത് ചെയ്യാനാ? കാരണം ചില മനുഷ്യർക്ക് കേൾക്കേണ്ടത് കേട്ടാലും ഒന്നും മനസ്സിലാവില്ല. കാരണം മുൻപേ ഗമിച്ചീടിന ഗോപു തന്നെ പണ്ടൊരു ബ്രാഹ്മണൻ കുളിക്കാൻ പോയ കഥ പറഞ്ഞു തരാറുണ്ട്. അതായത് നദിയില് കുളിക്കാനായിട്ട് ഇറങ്ങുന്നതിന് മുമ്പ് തൻ്റെ കയ്യിലുണ്ടായിരുന്ന പണക്കിഴി ആ നദിയിലെ ഒരു തീരത്ത് ഒരു ചെറിയ കുഴി ഉണ്ടാക്കിയിട്ട് അതിൽ കുഴിച്ചിട്ടിട്ട് അത് വരുമ്പോൾ എളുപ്പം കണ്ടെത്താൻ വേണ്ടി അവിടെ ഒരു കൂമ്പാരം പോലെ മണ്ണെടുത്ത് കൂട്ടി വെച്ചിട്ട് നദിയിലിറങ്ങി കുളിച്ചു കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ പുറകെ വന്നവരെല്ലാം ഇതുപോലെ കുഴി എടുത്തിട്ട് ഇങ്ങനെ മണ്ണ് കൂട്ടി വെച്ചിട്ട് അവർ കുളിക്കുക. കാരണം ഒരാൾ എന്തോ ചെയ്യണ അത് ചെയ്തങ്ങ് പോവുക. എന്താണ് അതിൻ്റെ സത്യമെന്ന് ആരും തിരയണേയില്ല. അപ്പൊ അദ്ദേഹം പറയുന്നുണ്ട്, ഗതാനുഗതികോ ലോക ന ലോക പാരമാർത്ഥിക. മുൻപേ പോകുന്നവരെ അനുഗമിച്ചു പോകുന്നവരാണ് ലോകം. ഒരാള് പോലും പരമാർത്ഥം തിരയുന്നില്ല എന്നുള്ളതാണ് സത്യം. അതല്ലേ ഗുരു എത്രയോ ഭാഷയില് എത്രയോ കൃതികളില് ഈശ്വരൻ എന്താണെന്നും നാം എന്താണെന്നും വളരെ വ്യക്തമായി നമുക്ക് പറഞ്ഞു തന്നിട്ടില്ലേ? അതെന്താണെന്നൊന്ന് സ്വസ്ഥമായി ഇരുന്ന് നമ്മിലേക്ക് തന്നെ അതിനെ ഒന്ന് അനുഭവിക്കാനും അറിയാനും നമ്മൾ തയ്യാറായാൽ നമ്മുടെ പൈസയൊന്നും ആരും ചൂഷണം ചെയ്യില്ല. ഒന്ന് നമ്മൾ അറിയേണ്ടത് പൈസ കൊടുത്ത് വാങ്ങാവുന്നതല്ല ജീവിതത്തിന്റെ സുഖഭോഗ വസ്തുക്കളും ജീവിത സൗഭാഗ്യങ്ങളും സുഖങ്ങളും ഒക്കെ. നമുക്ക് രോഗമായി വന്നതും ജീവിത ദുഃഖങ്ങളായി വന്നതും നമ്മൾ കൂട്ടിക്കൊണ്ടുപോയ കർമ്മക്കെട്ടുകൾ മാത്രമാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഈ ജന്മം നമ്മൾ ഓരോ നിമിഷവും ഈ കർമ്മക്കെട്ടുകൾ കൂട്ടി ഗുരു പറഞ്ഞ പോലെ ജനന മരണങ്ങളുടെ ആ കാട് വളർത്തിക്കൊണ്ടാ പോണേ. സങ്കല്പിച്ച് കൂട്ടി പോവുക. ഈ സങ്കല്പം എന്ന് നിർത്തുന്നോ, എന്ന് ഈശ്വരൻ ഏകമായ സത്യം മാത്രമാണ് താനായി വന്നിരിക്കുന്നതെന്ന് കണ്ണുള്ളിൽ ചെല്ലുന്നുവോ അന്ന് നമ്മുടെ മനസ്സും ശാന്തമാകും. നമുക്ക് സുഖമായിട്ട് കിടന്ന് ഉറങ്ങാൻ പറ്റും. ഒരു രോഗവും നമ്മളെ അലോസരപ്പെടുത്തില്ല. ആ രീതിയിൽ നമ്മുടെ മനസ്സിനെ നമ്മൾ പക്വമാക്കി വെക്കണം. കാരണം ഈ ലോകത്ത് ജീവിക്കുമ്പോൾ നമുക്ക് ഒത്തിരി ധൈര്യം വേണം. എന്നോട് ടീച്ചറ്, സുശീല ടീച്ചറാണോ എന്നോട് കഴിഞ്ഞ ദിവസം എന്നോട് സംസാരിച്ച ആരായിരുന്നു? ടീച്ചറ് ഒത്തിരി ട്രീറ്റ്മെന്റുകളൊക്കെ ചെയ്ത് 10 വർഷമായിട്ട് ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അതേ അസുഖം തന്നെ ടീച്ചറിന് വീണ്ടും അതിൻ്റെ ഒരു സിംറ്റം. പിന്നെയും അതിന് ചെക്കപ്പിന് പോയിരിക്കുമ്പോഴും ടീച്ചറ് ക്ലാസ് എന്നാണ്. എനിക്ക് ഒറ്റ ക്ലാസ് പോലും ഞാൻ ഈ വേദനയിലും മുടക്കിയിട്ടില്ല എന്ന് പറയുമ്പോൾ സത്യം പറഞ്ഞാൽ എൻ്റെ കണ്ണ് നിറഞ്ഞു പോയി. കാരണം അത്രയ്ക്ക് നമുക്ക് ഇതിലേക്ക് വരാനും ഇതാണ് ഞാൻ അറിയേണ്ടതെന്നും എനിക്ക് ശേഷിക്കുന്ന എൻ്റെ ജീവിതം എത്രയാകട്ടെ, ഇന്ന് ഈ നിമിഷമാകട്ടെ നാളെ ആവട്ടെ, പക്ഷെ അറിയേണ്ടത് എനിക്ക് അറിഞ്ഞു പോകണമെന്ന് പറയുമ്പോൾ
അവിടെ അത് ആ മനസ്സിന്റെ ബലമാണ്. അതാണ് നമുക്ക് വേണ്ടത്. അല്ലാതെ നമുക്കിവിടെ ഒന്നും കൂട്ടി വെക്കാനോ നേടാനോ ഒന്നുമില്ലെന്ന് ആദ്യം തന്നെ നമ്മൾ അറിയണം. പറഞ്ഞു വന്നത് കമലാക്ഷി ടീച്ചറിന്. ടീച്ചർ കയറിയിട്ടുണ്ടോ? ഇന്നലെ ഹോസ്പിറ്റലിൽ പോയി എപ്പോൾ വന്നു എന്നൊന്നും അറിയില്ല. ടീച്ചർ സംസാരിച്ചോളാം കേട്ടോ. അപ്പോ ഇവിടെ പൂർവം സതിതം, ഉത്പത്തിക്ക് മുമ്പ് ഈ ജഗത്ത്, അത് നമ്മൾ ദർശനമാലയിലെ ഒരു ശ്ലോകം കോട്ട് ചെയ്തിരുന്നു. അധ്യാരോപ ദർശനത്തിലെ 3-ാം ശ്ലോകം ഒന്ന് പഠിച്ചോളണം. ഉത്പത്തിക്ക് മുമ്പ് ഈ ജഗത്ത് ഈശ്വരനിൽ തന്നെ സൂക്ഷ്മരൂപത്തിൽ ഇരുന്നിരുന്നു. അത് എങ്ങനെയാണോ ഒരു വിത്തിൽ നിന്ന് ഒരു മുള വന്നത്, അതുപോലെ ജഗദീശ്വര ശക്തിയാണ് ശക്തിയെ തന്നെയാണ് ഇവിടെ പ്രപഞ്ച രൂപത്തിൽ സൃഷ്ടിച്ചിരിക്കുന്നത്. ജഗദീശ്വര ശക്തി തന്നെയാണ് പ്രപഞ്ചാകാരത്തിൽ ഭാസിക്കുന്നത് എന്ന് ഗുരു പറഞ്ഞു. പൂർവം എന്ന് പറഞ്ഞ ആദിയിൽ, സൃഷ്ടിക്ക് മുൻപ് ജഗത്ത് സത്ത് മാത്രമായിരുന്നു, നാമരൂപരഹിതമായ ഉണ്മയായിരുന്നു. ഈ പ്രപഞ്ചം, ഇനി നമ്മള് ഈ പ്രപഞ്ചം എങ്ങനെ ഉണ്ടായി എന്നുള്ളത് സത്തിന്റെ ഭാഗത്ത് നിന്നും അസത്തിന്റെ ഭാഗത്ത് നിന്നുകൊണ്ടും നിരീക്ഷിക്കാൻ പോവുകയാണ്. ഗുരു നമ്മൾ അങ്ങനെ പഠിപ്പിക്കുകയാണ്. ഈ പ്രപഞ്ചം എങ്ങനെ ഉണ്ടായി എന്നുള്ളത് ഉണ്മയുടെ ഭാഗത്ത് നിന്നും അഭാവത്തിന്റെ ഭാഗത്ത് നിന്നുകൊണ്ടും ഒന്ന് നിരീക്ഷിക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഉണ്മയെ നോക്കാം. ഉണ്മയുടെ വശത്തു നിന്നുകൊണ്ട് സത്യത്തെ പരിശോധിക്കുന്ന ഉപനിഷത് സൂക്തങ്ങളാണ് നമ്മൾ മുന്നോട്ട് വയ്ക്കാൻ പോകുന്നത്. ഉണ്മയുടെ സത്തിന്റെ ഭാഗത്ത് നിന്ന് സത്യത്തെ പരിശോധിക്കുന്ന ഉപനിഷത്ത് സൂക്തങ്ങൾ നമുക്ക് ഒന്ന് പരിശോധിക്കാം. സത്തിന്റെ ഭാഗത്ത് നിന്ന് പ്രപഞ്ച സൃഷ്ടിയെ പറയുന്ന ഉപനിഷത്ത് സൂക്തങ്ങൾ. അതായത് വ്യത്യസ്തങ്ങളായ ശ്രുതിവാക്യങ്ങൾ ഈ വിഷയത്തിലുണ്ട്. പല പല ഉപനിഷത്തും പല രീതിയിൽ പ്രപഞ്ച സൃഷ്ടിയെ കുറിച്ച് പറയുന്നുണ്ട്. നമ്മൾ പലതും ചർച്ച ചെയ്ത് കഴിഞ്ഞു. അത് നമ്മൾ ആദ്യം ശാന്തോക്യ ഉപനിഷത്താണ് നമുക്ക് ആദ്യം നമ്മുടെ മനസ്സിലേക്ക് തോന്നുന്ന കയറി വരുന്ന ഒരു ഉപനിഷത്താണ് ശാന്തോക്യ ഉപനിഷത്ത്. അതിൽ പറയുന്നുണ്ടല്ലോ, നമുക്ക് ഈ പറഞ്ഞ അതേ വാക്ക് തന്നെ, സദൈവ സൗമ്യേതമഗ്രാസീത് ഏകമേവ അദ്വിതീയം. സദൈവ സൗമ്യേതമഗ്ര ആസീത് ഏകമേവ അദ്വിതീയം. ഇത് ഒരച്ഛൻ മകന് ഉപദേശിക്കുന്നതാണ് അല്ലെ. ഗുരുഭാവത്തിൽ ഇരുന്നുകൊണ്ട് പിതാവ് ശിഷ്യഭാവത്തിലേക്ക് മകൻ എത്തിയപ്പോൾ മകന് ഉപദേശിച്ചു കൊടുക്കുന്ന ആത്മീയമായ ജ്ഞാനത്തിന്റെ പരമോന്നതമായ അനുഭവമാണത്. അല്ലയോ മകനെ, നീ പണിയെടുത്ത് പൈസയൊക്കെ ഉണ്ടാക്കി വലിയ വലിയ മഹാനായി മാറുന്നൊന്നും അല്ല പറയണത്. എന്തറിഞ്ഞാലാണോ എല്ലാത്തിനെയും അറിയാൻ സാധിക്കുന്നത്, ആ അറിവിനെ നീ അറിയണം എന്നാ പറഞ്ഞു കൊടുത്തത്. അറിവിലും ഏറി ഗുരു നമ്മളോട് പറഞ്ഞു തന്ന അറിവിലും ഏറിയ അറിവിനെ നീ അറിയണം എന്നാ പറഞ്ഞത്. അപ്പൊ പറയണ, അല്ലയോ മകനെ, സൗമ്യ മകനെ, ഇതം ഈ പ്രപഞ്ചം അഗ്രേ ഉത്പത്തിക്ക് മുമ്പ് സദൈവ ആസീത്, സത്ത് മാത്രമായിരുന്നു. കണ്ടോ, എത്രയോ ഉപനിഷത്സാരമാണല്ലേ ഗുരു നമുക്ക് വേദാന്ത സൂത്രത്തിലെ കുഞ്ഞു കുഞ്ഞു വാക്യങ്ങളിലായിട്ട് ഉള്ളടക്കി ഗുരു തന്നിരിക്കുന്നത്. ഇതൊക്കെ ഉപനിഷത്ത് സൂക്തങ്ങളാണെന്ന് നമ്മൾ എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഗുരുകൃതി എത്ര നാളായി നമ്മുടെ കയ്യിൽ കിട്ടിയിട്ട് അല്ലേ? അപ്പോ സദൈവ സൗമ്യേതം അഗ്ര ആസീത്, ഇതം ഈ പ്രപഞ്ചം അഗ്രേ ഉത്പത്തിക്ക് മുമ്പ് സദൈവ ആസീത്, സത്തു മാത്രമായിരുന്നു മകനെ. ഏകം ഏവ അദ്വിതീയം, ഏകം ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ, ഏകമേവ ഒന്ന് മാത്രം, അദ്വിതീയം ദ്വിതീയം രണ്ടാമതൊന്നില്ലാത്ത ഒന്ന് മാത്രമായിരുന്നു. എന്ത് ഉറപ്പാന്ന് നോക്കിയ ഋഷിമാരുടെ. ഇവിടെ പലതില്ല. അതാണ് അദ്വൈത ദർശനമാണ് ഗുരുവിന്റെ ദർശനം. ഏകത, ഒന്നില്ല, ഒന്നേ ഉള്ളൂ, പലതില്ല. അതുകൊണ്ടാണ് ഗുരുവിന് എല്ലാ മതങ്ങളെയും ഒന്നായി കാണാനും, ജാതിയില്ല, മനുഷ്യനായി ഈ ലോകത്തേക്ക് വന്നവർക്ക് ജാതി മനുഷ്യത്വമാണെന്ന് പറയാനും, മതങ്ങൾ തമ്മിൽ കലഹിക്കരുതെന്ന് പറയാനും, എല്ലാവരും ആത്മസഹോദരരാണെന്ന് പറയാനും ഒക്കെ ആ അനുകമ്പ കൊണ്ട് നിറഞ്ഞിരുന്നു ഗുരുവിന്റെ. ഗുരു എന്ന് പറഞ്ഞ അനുകമ്പയാണ്, കരുണയാണ്. കരുണയുടെ മൂർത്തിമത് ഭാവമായിരുന്നു ഗുരു. അതുകൊണ്ടാണല്ലോ ഇത്രയും കരുണയോടെ നമുക്ക് എന്തെല്ലാം ഈ ലോകത്തിന് വേണ്ടി തന്നു. നമ്മൾ ജാതിയും മതമൊക്കെ തിരിച്ച് ഗുരുവിനെ പഠിക്കാതെ അറിയാതെയൊക്കെ പോവുകയാണ്.
ഈ ലോകത്തിന് വേണ്ടുന്ന, ഇന്നത്തെ ഈ കാലത്ത് ലോകത്തിന് വേണ്ടുന്ന മഹിതോപദേശങ്ങളാണ് ഗുരുവിന്റെ ദർശനത്തിൽ ഉള്ളടക്കി വെച്ചിരിക്കുന്നത്. സകല അധ്യാത്മ ഗ്രന്ഥങ്ങളിലും നിന്നും ഒരു മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ അറിയേണ്ട അറിവുകളെ ഇങ്ങനെ ആറ്റിയെടുത്ത് കുറുക്കി അവന് മനസ്സിലാകുന്ന ഭാഷയിൽ ഗുരു ജീവിതത്തോട് കണക്ട് ചെയ്ത് വെച്ചുകൊണ്ട് നമുക്ക് പറഞ്ഞു തരണം. അപ്പോൾ അനേകം ഒന്നും പരതണ്ട, ഈ ഒരു സൂത്രം പഠിച്ചാൽ തന്നെ നമ്മൾ രക്ഷപ്പെടും. അപ്പോൾ അച്ഛൻ ഉദ്ദാലകൻ ശ്വേതകേതുവിനോട് പറഞ്ഞു കൊടുക്കുന്ന വാക്കാണ്, അല്ലയോ മകനെ, ഈ പ്രപഞ്ചം ഉത്പത്തിക്ക് മുമ്പ് ഏകവും അദ്വിതീയവുമായ സത്ത് മാത്രമായിരുന്നു. നമ്മൾ ആരെങ്കിലും നമ്മുടെ കുഞ്ഞുമക്കൾക്ക്, നമ്മളൊക്കെ ഇതിരുന്ന് പഠിക്കും, നമ്മൾ അതിൽ കിട്ടുന്ന ചെറിയ ചെറിയ സന്തോഷമൊക്കെ അനുഭവിക്കും എന്നല്ലാതെ നമ്മളുടെ ഒരു അടുത്തൊരു തലമുറയിലേക്ക് ഇത് പകർന്നു കൊടുത്താൽ കേൾക്കുന്ന മക്കളുണ്ടോ? ഇത് മനസ്സിലാക്കാനായിട്ട് എനിക്ക് ഇനി ഒന്നും കൂടി പറയണം, ഒന്നും കൂടി കേൾക്കണം എന്ന് ഒന്ന് ചോദ്യം ചോദിക്കുന്ന മക്കളുണ്ടോ? നമുക്ക് ഇല്ലാതെ വരുന്നു. കാരണം ഇപ്പൊ ശ്രീദേവി ചേച്ചിയൊക്കെ നമ്മുടെ നേഹക്കുട്ടിയെ കൊണ്ട് ഇങ്ങനെ ക്ലാസ്സിലൊക്കെ ഇങ്ങനെ ഇരുത്തുന്നുണ്ട്. നാളെ ഒരിക്കലേ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ഈ ഗുരുവിന്റെ ദർശനത്തെ, ഗുരുവിന്റെ കൃതികളെയൊക്കെ അവരുടെ തലമുറയിലേക്ക് പാടിക്കൊടുക്കാനായിട്ട് ആ അമ്മ കുഞ്ഞിനെ കൈപിടിച്ചിരുത്തിയേക്കുക. എന്നാ നീ പോയി മാത്സ് പഠിക്കുക, ഫിസിക്സ് പഠിക്കുക, കെമിസ്ട്രി പഠിക്കുക എന്നൊന്നും പറഞ്ഞില്ല. ഒരു മുത്തശ്ശിയെ ആ മുത്തശ്ശിയുടെ കൈകളിലേക്ക് വിട്ടുകൊടുത്ത അമ്മയെയാണ് അഭിനന്ദിക്കേണ്ടത്. നമുക്കൊക്കെ മാതൃകയാണ് അവരൊക്കെ. കാരണം ആ കുഞ്ഞിനെ ഇനി നമ്മൾ തിരിഞ്ഞു നോക്കേണ്ടി വരില്ലേ? അറിയേണ്ടത് അറിയിച്ചാണ് പോകുന്നത്. ഒന്നിനെ അറിഞ്ഞാൽ എല്ലാതിനെയും അറിയുന്ന ആ വലിയ അറിവാണ് കുഞ്ഞു മനസ്സിലേക്ക് കൊടുക്കുന്നത്. സ്പിരിച്വാലിറ്റി ഞാൻ ഓൾഡ് മാൻ എക്സസൈസ് അല്ല കേട്ടോ. അവനവന്റെ ഉള്ളിലിരിക്കുന്ന ആത്മീയതയെ പറഞ്ഞ് പരിചയപ്പെടുത്തി കൊടുക്കേണ്ടത് വയസ്സായിട്ടോ ജീവിത ദുഃഖങ്ങളിൽ കിടന്ന് കൈകാലിട്ടടിക്കുമ്പോഴോ അല്ല. അതിനു മുമ്പ് തന്നെ ഈ സ്പിരിച്വാലിറ്റി പറഞ്ഞു കൊടുക്കണം കുഞ്ഞുങ്ങൾക്ക്. അപ്പോ അല്ലയോ മകനെ, ഈ പ്രപഞ്ചമാദിയിൽ ഏകവും അദ്വിതീയവുമായ സത്തു മാത്രമായിരുന്നു എന്ന് ഉപദേശിച്ചു കൊടുക്കുകയാണ്. അവിടെ ആ കാരണസത്തയുടെ ഉണ്മയെയാണ് പറയുന്നത്. ഇവിടെ സത്ത് ഏവ എന്ന് എടുത്തു പറയുന്നുണ്ട്. സത്ത് ഏവ, സത്ത് മാത്രമായിരുന്നു. എന്നിട്ട് അതിനെ ഒന്നും കൂടെ ഉറപ്പിക്കുകയാണ്, ഏകം ഏവ അദ്വിതീയം, രണ്ടാമതൊന്നില്ലാത്ത ഏകതയായിരുന്നു. അപ്പോൾ ഇതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ ഈ വിശേഷണങ്ങൾ കൊണ്ട് ആദിമസത്തയിൽ ഏതൊക്കെ തരത്തിലുള്ള ഭേദങ്ങളെയാണ് നിഷേധിച്ചിരിക്കുന്നത്? നേരത്തെ നമ്മൾ ഇങ്ങനത്തെ ഒരു സന്ദർഭം പറഞ്ഞാണല്ലോ, ഏകം ഏവ അദ്വിതീയം, ഒന്നേ ഉള്ളൂ സത്ത്, പലതില്ല, ഏകമേവ അദ്വിതീയം എന്ന് പറഞ്ഞു. അപ്പൊ ഈ ഏകമേവ അദ്വിതീയം എന്ന വാക്കുകൊണ്ട് കാരണസത്തയിൽ ഏതെല്ലാം ഭേദങ്ങളെയാണ് നിഷേധിച്ചിരിക്കുന്നത്? ഒരു വ്യക്തിക്ക് വരാനുള്ള ഭേദങ്ങൾ ഏതൊക്കെയാണ്? 3 തരത്തിലുള്ള ഭേദങ്ങൾ ഒരു വ്യക്തിക്ക് വരാം, ഒരു വസ്തുവിന് വരാം. അത് ഏതൊക്കെയാണ്? നമ്മള് പറഞ്ഞോളൂ. സ്വഗതഭേദം, ഭേദം അല്ലെ? സ്വഗതഭേദം, സജാതീയ ഭേദം, വിജാതീയ ഭേദം. ഈ 3 ഭേദങ്ങളും ആത്മാവിനില്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഏകം ഏവ അദ്വിതീയം, ഒന്നേ ഉള്ളൂ, രണ്ടാമതൊന്നില്ലാത്ത ഏകതയാണ് എന്ന് ഉറപ്പിച്ച് പറയുന്നത്. ആത്മാവിന് സ്വഗതഭേദമില്ല. എന്താ സ്വഗതഭേദം? ഒരു വസ്തുവിനെ തന്നിൽ തന്നെ കൽപ്പിക്കാവുന്ന ഭേദം അല്ലെ? ഇപ്പൊ നമ്മളെ ഒരു മനുഷ്യനെ തന്നെ നോക്കിയാൽ കാലിരിക്കണ പോലെയല്ല കൈ ഇരിക്കുന്നത്, കൈ പോലെയല്ല കണ്ണ്, കണ്ണു പോലെയല്ല മൂക്ക്, മൂക്ക് പോലെയല്ല ചുണ്ട്, ചുണ്ട് പോലെയല്ല പല്ല് അല്ലെ? അപ്പൊ നമ്മളൊരു മനുഷ്യനെന്ന് പറഞ്ഞാലും ആ മനുഷ്യന് തനിക്ക് തന്നെ ഒത്തിരി ഭേദങ്ങളുണ്ട്. അതിനെയാണ് സജാതീയ ഭേദം. സ്വന്തം ആ തനിക്ക് സജാതിയിൽ തന്നിൽ തന്നെയുള്ള ഭേദം. ഇപ്പൊ ഒരു മാവ് തന്നെ പറഞ്ഞ ആ മാവിന്റെ കൊമ്പ് വേറെ, അതിന്റെ ഇല വേറെ, അതിന്റെ തടി വേറെ ആകൃതിയാണ്, അതിൽ വരുന്ന പൂവ് വേറെ ആകൃതിയാണ്, അതിൽ വരുന്ന കായ് വേറെ ആകൃതിയാണ് അല്ലെ?
അപ്പൊ അതിൽ നിന്ന് തന്നെ പല 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 ഭേദങ്ങളുണ്ട്. തനിക്ക് തന്നിൽ നിന്ന് തന്നെ പല പല ഭേദങ്ങളുണ്ട്. അത്തരത്തിലുള്ള സജാതീയ ഭേദങ്ങൾ ഒന്നും ആത്മാവിനൊരു അല്പം പോലും ഇല്ല എന്നാണ്. അത്രയും ഏകതയാണ് ഇവിടെ പറയുന്നത്. ഒരല്പം പോലും പലതില്ല. അതാണ് സജാതീയ സ്വഗത ഭേദമില്ല എന്നർത്ഥം. ഇനി അടുത്തത് സ്വഗതം എന്നാണ് കേട്ടോ. അത് മാറിപ്പോയി, സജാതി എന്ന് ഞാൻ പറഞ്ഞു തോന്നുന്നു. സ്വഗത ഭേദം, ഒരു വസ്തുവിനെ തന്നിൽ തന്നെ കൽപ്പിക്കാവുന്ന ഭേദമാണ് സ്വഗത ഭേദം. അതായത് ഒരു വൃക്ഷത്തിന് ഇല, പൂവ്, കായ്, തണ്ട് ഇവ വ്യത്യസ്തപ്പെട്ടിരിക്കുന്നത് പോലെ. അടുത്തതാണ് സജാതീയ ഭേദം. സജാതീയ ഭേദം എന്താണ്? ഒരേ വർഗത്തിൽപ്പെട്ട വ്യക്തികൾ തമ്മിലുള്ള ഭേദം അല്ലെ? ഇപ്പൊ ഒരു മനുഷ്യനെ തന്നെ പറയുമ്പോൾ ഞാനിരിക്കണ പോലെ ആവില്ല വേറൊരാളിരിക്കുന്നത്. മനുഷ്യരാണെന്ന് കോമൺ പറയുമ്പോഴും അവർക്ക് അസജാതിയിൽ തന്നെ ഭേദമുണ്ട്, നല്ല ഭേദങ്ങളുണ്ട് അല്ലെ? അത്തരത്തിലുള്ള ഒരു എന്താ പറയാ, ഒരു ആൽമരം പോലെ അല്ലല്ലോ മാവിരിക്കുന്നത്, മാവ് പോലെ അല്ലല്ലോ പ്ലാവിരിക്കുന്നത്. കോമൺലി നമ്മൾ വൃക്ഷമെന്ന് പറയുമെങ്കിലും, വൃക്ഷമെന്ന ഇനം പറയുമെങ്കിലും അത് ഓരോന്നിനും വ്യത്യാസമുണ്ട്. അത്തരത്തിൽ സജാതീയ ഭേദം ആത്മാവിനില്ല. തനിക്ക് തന്നിൽ തന്നെയുള്ള ഭേദം സ്വഗത ഭേദം, ഒരേ വർഗത്തിൽപ്പെട്ട വ്യക്തികൾ തമ്മിലുള്ള ഭേദം സജാതീയ ഭേദം. ഒരു ആൽമരത്തിന് ഒരു മാവുമായിട്ടുള്ള ഭേദം, രണ്ടും വ്യത്യസ്തമാണ്. അടുത്ത വിജാതീയ ഭേദം, ഭിന്ന വർഗത്തിൽപ്പെട്ട വസ്തുക്കൾ തമ്മിലുള്ള വ്യത്യാസം. ഇപ്പോൾ ഒരു മരവും കല്ലും തമ്മിലുള്ള വ്യത്യാസം, മനുഷ്യനും മൃഗവും തമ്മിലുള്ള വ്യത്യാസം അല്ലെ? അങ്ങനെയുള്ള ഭേദങ്ങളൊന്നും തന്നെ ആത്മാവിലില്ല. സ്വഗത ഭേദവും സജാതീയ ഭേദവും വിജാതീയ ഭേദവും ആത്മാവിനില്ല. അപ്പോൾ ഈ 3 വിധത്തിലുള്ള ഭേദങ്ങളുമില്ലാത്ത വസ്തുവിൽ മറ്റൊരു ഭേദവും കൽപ്പിക്കാനേ സാധ്യമല്ല. അപ്പോൾ സ്വഗത ഭേദവും സജാതീയ ഭേദവും വിജാതീയ ഭേദവും ഇല്ലാത്ത ഒരു വസ്തുവിന് പിന്നെ മറ്റൊരു വിധ ഭേദവും കൽപ്പിക്കാൻ പറ്റില്ല. അപ്പൊ ആത്മാവ് രണ്ടില്ല, ഒന്നേ ഉള്ളൂ എന്ന ഏകതയെ ഊട്ടി ഉറപ്പിക്കാനാണ് ആ ഉപനിഷത്ത് വാക്യം. അത് കാണാതെ പഠിക്കണം കേട്ടോ. അത് അദ്വൈത സിദ്ധാന്തത്തിന്റെ ബേസാണ്, ഗുരുവിന്റെ കൃതികളുടെയൊക്കെ സാരമാണ്. സദൈവ സൗമ്യേതമഗ്ര ആസീത് ഏകമേവ അദ്വിതീയം. സത്വമാത്രമായിരുന്നു, രണ്ടാമതൊന്നില്ലാത്ത ഏകതയായിരുന്നു. ആത്മാവിന് സ്വഗത ഭേദമോ സജാതീയ ഭേദമോ വിജാതീയ ഭേദമോ ഇല്ല. അപ്പോൾ ഈ 3 വിധത്തിൽപ്പെട്ട ഭേദങ്ങളും ഇല്ലാത്ത ഒരു വസ്തുവിന് മറ്റൊരു ഭേദം കൽപ്പിക്കാനേ സാധ്യമല്ല എന്ന് പറയുന്നു. അപ്പൊ നമ്മളിപ്പോ ഉണ്മയുടെ ഭാഗത്ത് നിന്നുകൊണ്ട് പ്രപഞ്ച സത്യത്തെ പറയുന്ന ശ്രുതിവാക്യങ്ങളാണ് വിചാരം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ ആദ്യത്തെ നമ്മൾ ചാന്തോക്യ ഉപനിഷത്ത് പറഞ്ഞു. അടുത്തത് ഐതരേയ ഉപനിഷത്ത്. ഈ ഉപനിഷത്ത് വാക്യമൊക്കെ ഒന്ന് കേൾക്കുമെങ്കിലും ചെയ്യണ്ടേ? ഐതരേയം അധ്യായം 1 ഖണ്ഡം 1. ഐതരേയ ഉപനിഷത്തിലെ അധ്യായം 1 1-ാം ഖണ്ഡം പറയുകയാണ്, ആത്മാവാ ഇതമഗ്ര ആസീത്. ഇതൊക്കെ കേൾക്കണത് തന്നെ പുണ്യാണ്. ഉപനിഷത്ത് മന്ത്രങ്ങളൊക്കെ നമ്മുടെ ചെവിയിലേക്ക് എത്തുക എന്ന് പറഞ്ഞാൽ എന്തൊക്കെയോ പുണ്യവും ഭാഗ്യമൊക്കെ ഉണ്ടായിട്ടാ. മനസ്സിലായില്ലെങ്കിലും അവിടെ കിടക്കട്ടെ, സീഡായിട്ട് കിടക്കട്ടെ, അത് മുളച്ചോളും. ആത്മാവാ ഇതമഗ്ര ആസീത്. ഏതാ പറയണത്? ഐതരേയം അധ്യായം 1 ഖണ്ഡം 1. ഐതരേയ ഉപനിഷത്ത്, ദശോപനിഷത്തിലെ അതാണ്. ഈ സൃഷ്ടിക്കും, അതായത് ആത്മാവാ ഇതമഗ്ര. ഈ അഗ്ര എന്നുള്ള വാക്കും ഇതം എന്നുള്ള വാക്കും അവിടെയൊക്കെ വരുന്നുണ്ട്. ആത്മാവാ ഇതം, ഈ പ്രപഞ്ചം അഗ്ര, ഉത്പത്തിക്ക് മുമ്പ് ആത്മാവാ ആസീത്, ആത്മാവായിരുന്നു, ബോധമായിരുന്നു, ഉണ്മയായിരുന്നു, സത്തായിരുന്നു. ആത്മാവാ ഇതം അഗ്ര ആസീത്. ഇതമഗ്ര ആസീത്. ആസീത് എന്ന് പറഞ്ഞാൽ ആയിരുന്നു, പാസ്റ്റ് ടെൻസിലുള്ള ഒരു ക്രിയയാണ്. ആസീത് ആയിരുന്നു. അസ്ഥി ഉണ്ട്, പ്രസന്റ് ടെൻസിലുള്ള ഒരു ക്രിയയാണ്. ആസീത് വാസ് എന്നുള്ള അർത്ഥം. അസ്ഥി എന്ന് പറഞ്ഞ ഈസ്. അപ്പോ
ആത്മാവാ ഇതമഗ്ര ആസീത്. ഇതം എന്ന് പറഞ്ഞാൽ എന്തിനെ കുറിക്കുന്ന പദമാണ്? പ്രപഞ്ചത്തെ കുറിക്കുന്ന പദമാണ്. അപ്പോ അടുത്ത പറയണം ന അന്യത് കിഞ്ചന മിഷത്. നാന്യത്, ന പ്ലസ് അന്യത്, നാന്യത്, മറ്റൊന്നും തന്നെ, കിഞ്ചന അല്പം പോലും മറ്റൊന്ന് മിഷത് ഉണ്ടായിരുന്നില്ല, കാണാനുണ്ടായിരുന്നില്ല. ന അന്യത്, നാന്യത്, കിഞ്ചന മിഷത്ത്. നാന്യത് കിഞ്ചന മിഷത്ത്, 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 ഉണ്മയായിട്ടുണ്ട്, മറ്റൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. കാണാൻ, കണ്ണുകൊണ്ട് കാണാൻ, അല്ലെങ്കിൽ ഇന്ദ്രിയ വേദ്യമായോ അല്ലെങ്കിൽ നമുക്ക് കാണപ്പെടുന്ന നാമരൂപങ്ങളോട് കൂടിയ മറ്റൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. സ ഈക്ഷത. സ എന്ന് പറഞ്ഞ അവൻ, ആത്മാവ്, സ ആത്മാ. ഈക്ഷത എന്ന് പറഞ്ഞ എന്താ? ഈക്ഷണം ചെയ്തു, ചിന്ത ചെയ്തു, സങ്കല്പിച്ചു എന്ന് പറഞ്ഞില്ലേ? സങ്കല്പമാത്രേണ പരമേശ്വര എന്ന് ഗുരു ദർശനമാലയിൽ പറഞ്ഞില്ലേ? അസൃജൻ മായയാ സ്വസ്യ മയാവിവാഖിലം ജഗത്ത് വാസനാമയം മേവാദോ ആസീദിതം അധപ്രഭു അസൃജൻ മായയാ സ്വസ്യ മായാവിവാഖിലം ജഗത്ത് എന്നൊക്കെ ഒന്നാമത്തെ അധ്യാരോപ ദർശനത്തിൽ തന്നെ ഗുരു പ്രപഞ്ച സൃഷ്ടിയെ പറയുന്നുണ്ട്. ആ ശ്ലോകങ്ങളെല്ലാം അർത്ഥം പഠിക്കണം കേട്ടോ. പ്രപഞ്ച സൃഷ്ടിയെ കുറിച്ച് ശ്രീനാരായണ ഋഷിയുടെ വാക്ക് ആ അനേകം ഉപനിഷത്തുകളെ 10 ശ്ലോകങ്ങളിലാക്കിക്കൊണ്ട് ഗുരു പറഞ്ഞു വെച്ചിട്ടുണ്ട് ദർശനമാലയിലെ 1-ാം അധ്യായത്തില്. ഗുരുവിന്റെ ആ ദാർശനിക ചിന്താപദ്ധതിയില് ഒരു സാമ്പ്രദായികമായ രീതിയിൽ വേദാന്തം പഠിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് പഠിക്കുവാൻ പാകത്തിനാണ് ഗുരു ദർശനമാല സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, പ്രഭാത സവാരിക്ക് ഇറങ്ങുന്നതിൻ്റെ ഇടയില്, നടക്കുന്നതിൻ്റെ ഇടയില് ആ ഗുരുവിന്റെ തിരുവുള്ളത്തിൽ നിന്ന് ഊറി വന്ന ആ തിരുവചനങ്ങളാണ് ദർശനമാല. ഒരു പ്രാവശ്യം പറയുമ്പോൾ തന്നെ മാമലം വിദ്യാനന്ദ സ്വാമി കേട്ടുള്ളിലേക്ക് പതിപ്പിച്ച് വെച്ചിട്ട് ഗുരു വിശ്രമിക്കാൻ ഇരിക്കുമ്പോൾ ഒരു ചെറിയ ചോദ്യം പോലും ചോദിച്ച് ആ മൗനത്തെ ഭഞ്ജിക്കാതെ ആ സ്വാനുഭവത്തിൽ നിന്ന് വന്നത് ആ ശിഷ്യമന്റെ ഉള്ളത്തിലേക്ക് നേരിട്ട് പതിക്കുകയായിരുന്നു. ഉപനിഷത്ത് കാലത്തെ ഗുരുവും ശിഷ്യനും പോലെ. നമ്മൾ ഈ ശിഷ്യന്മാരെയൊക്കെ ഒരിക്കലും നമ്മൾ ഓർക്കാറ് പോലുമില്ല. അവരുള്ളത് കൊണ്ടാണ് ഇന്ന് നമ്മൾ ഈ കൃതി പഠിക്കുന്നത്, നമുക്ക് നമ്മുടെ മുന്നിൽ ഇതൊക്കെ വന്നത്. അപ്പൊ അവിടെ ഗുരു ഇരിക്കുമ്പോൾ വെള്ളം ഒന്ന് വിശ്രമിക്കുമ്പോഴാണ് വേഗം അത് നോട്ട് ബുക്കിലേക്ക് ഒരു വാക്കുപോലും തെറ്റാതെ കുറിച്ച് വെക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കി, എത്ര ശേമുഷിയും ഉള്ള ശിഷ്യന്മാരായിരുന്നു ഗുരുവിനുണ്ടായിരുന്നത്. അപ്പോ നന്യത് കിഞ്ചന മിഷത്, മറ്റൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. സ ഈക്ഷത, ആ ആത്മാവ് ഈക്ഷത, ഈക്ഷണം ചെയ്തു, വിചാരിച്ചു. എന്ത് വിചാരിച്ചു? ലോകാനുസൃജത, ലോകാനുസൃജത, ലോകങ്ങളെ സൃഷ്ടിക്കണമെന്ന്, ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കണമെന്ന് ഈശ്വരന്റെ ഒരു ഈക്ഷണമുണ്ടായിരുന്നു, ചിന്തയുണ്ടായിരുന്നു, സങ്കല്പമുണ്ടായിരുന്നു. ഐതരേയം അധ്യായം 1 ഖണ്ഡം 1 പറയുന്നു, ആത്മാവ ഇതമഗ്ര ആസീത് നാന്യത് കിഞ്ചന മിഷത്. നാന്യത് കിഞ്ചന മിഷത് സ ഈക്ഷത ലോകാനുസൃജത ഇതി. ആ ആത്മാവ് ഈക്ഷണം ചെയ്ത് ലോകത്തെ സൃഷ്ടിച്ചുവെന്ന്. അപ്പോൾ സൃഷ്ടിക്ക് മുൻപ് ഈ പ്രപഞ്ചം മുഴുവൻ ഒരേ ഒരു ആത്മാവ് തന്നെയായിരുന്നു. നാന്യത് കിഞ്ചന മിഷത്, വേറെ യാതൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് ഉപനിഷത്ത് വാക്യങ്ങൾ ആവർത്തിച്ച് 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 പ്രപഞ്ച സൃഷ്ടിയെ പറയാണ്. അപ്പോ ഈ ആത്മാവ് വിചാരിച്ചു ഞാൻ ലോകങ്ങളെ സൃഷ്ടിക്കട്ടെ എന്ന്. അതല്ലേ ദർശനമല്ല 1-ാം അധ്യായം തന്നെ കിടക്കണേ. എന്തിനാ ഉപനിഷത്ത് തേടിപ്പോണേ? ഇതൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഇതൊക്കെ എടുത്തു വെച്ച് വെറുതെ അർത്ഥം അറിയാതെ ഓരോന്നും ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കും. ഉപനിഷത്ത് പഠിക്കാൻ വാ, ഉപനിഷത്ത് പഠിക്കാൻ വാ എന്ന് പറഞ്ഞ് വിളിക്കും. അപ്പൊ ഈ നിരത്തി വെച്ചേക്കണ എന്താ? ഉപനിഷത്ത് അല്ലേ? ഇതെന്താ മനസ്സിലാക്കാത്തെ? അപ്പോ അവ്യാകൃതമായ ആത്മാവ് വ്യാകൃതമായ നാമരൂപങ്ങളെ കൊണ്ട്, ഈ അവ്യാകൃതവും വ്യാകൃതവും ഒക്കെ പറഞ്ഞതാണ് ആ ഭാഷ, വേദാന്ത ഭാഷ മനസ്സിലാക്കിക്കോളണം. ഇപ്പൊ നമ്മൾ വേദാന്ത വിദ്യാർത്ഥികളാണ് ഇപ്പൊ ഇതിന്റെ മുന്നിലിരിക്കുന്നത്, ഞാനടക്കം.
അപ്പോ അവ്യാകൃതമായ ആത്മാവ് വ്യാകൃതമായ നാമരൂപങ്ങളെ കൊണ്ട് ലോക സൃഷ്ടി ചെയ്തു എന്നർത്ഥം. അവ്യാകൃതം എന്ന് പറഞ്ഞ നാമരൂപരഹിതമായ ആത്മാവ് നാമരൂപസഹിതമായ ഈ എന്താ പറയാ നാമരൂപങ്ങളെ കൊണ്ട് പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു. വ്യാകൃതമായ നാമരൂപങ്ങളെ കൊണ്ട് പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു. നാമരൂപരഹിതമായത് നാമരൂപസഹിതമായി മാറി എന്നർത്ഥം. അപ്പോൾ നാം അറിയേണ്ടത് വെള്ളം, നമ്മളിപ്പോ പുഴയുടെ കടൽ തീരത്തൊക്കെ പോയി ഇരിക്കുമ്പോൾ ആ കടലിന്റെ അകത്തുണ്ടാകുന്ന കാറ്റ് ആ തിരയെ ഉയർത്തിയിട്ട് തിരയായും പതയായും കുമിളയായും ഒക്കെ ഇങ്ങനെ വെള്ളം ഭാവം മാറുന്നുണ്ട്. അപ്പോ ആദ്യം നമ്മൾ വെള്ളമെന്ന് വ്യവഹരിച്ചിരുന്ന വസ്തു മാത്രമേ ഇപ്പോഴും ഉണ്ടാവുള്ളൂ. നുര വന്ന് തിരയായിക്ക് അങ്ങ് ഉയർന്നപ്പോഴും അതിൽ കുമിളകൾ വന്നപ്പോഴും പത വന്നപ്പോഴും ഒക്കെ ആ വെള്ളമായ വസ്തു മാത്രമേ ഉള്ളൂ. വേറെ ഒന്നും വെള്ളത്തിൽ നിന്ന് ഭിന്നമായി അവിടെ ഉണ്ടായിട്ടില്ല. അസ്തിത്വം അവയ്ക്കൊന്നുമില്ല. ഒരു ഭാവമാറ്റം വന്നു, അത്രേ ഉള്ളൂ. അതായത് വെള്ളത്തിൽ നുര, പത, കുമിള അല്ലെ മുതലായവ കാണുമ്പോൾ ആദ്യം വെള്ളമെന്ന് വ്യവഹരിച്ചിരുന്ന വസ്തു മാത്രമേ ഇപ്പോഴും ഉള്ളൂ എന്നും നുര, പത, കുമിള ഇതൊക്കെ വെള്ളമല്ലാതെ മറ്റൊന്നുമല്ലെന്നും വെള്ളത്തിൽ നിന്നും ഭിന്നമായി അതിന് അസ്തിത്വമില്ല എന്നും അറിയണം. നമ്മൾ ആയി തിര വരുന്നു എന്ന് പറയും, വെള്ളം വരുന്നു നമ്മൾ പറയാറില്ല അല്ലെ. ഇതേ പത വരുന്നു, കുമിള വരുന്നു എന്ന് പറയും. അപ്പൊ വെള്ളം ഇച്ചിരി ആ കാറ്റ് വന്നപ്പോൾ ആ സങ്കല്പിച്ചപ്പോൾ അതിന്റെ ഒരു ഭാവം മാറിയതാണ്. അതാണ് ഇപ്പൊ കൗസല്യയായും കൃഷ്ണനായും ഗോപാലനായും കാക്കയായും പട്ടിയായും പൂച്ചയായും ഒക്കെ ആ സങ്കല്പത്തിനനുസരിച്ച് ഭാവം മാറിയതാണ്. ശക്തിയുടെ ചലനം അനുസരിച്ച് ഓരോ രൂപങ്ങൾ പ്രത്യക്ഷപ്പെട്ട് വന്നതാണ് ഈ പ്രപഞ്ചാകാരത്തിൽ ഇരിക്കുന്നത്. അതല്ല എന്ന് പറയാൻ ശാസ്ത്രത്തിനും തെളിവൊന്നുമില്ലല്ലോ. അപ്പോ അത് ഭാരതീയ ഋഷീശ്വരന്മാരുടെ ആ ദൃഷ്ടി സൃഷ്ടിയിലേക്ക് എത്തിയപ്പോൾ അവർ പറഞ്ഞു വെച്ചിരിക്കുന്ന പ്രപഞ്ച സൃഷ്ടിയും അതിന്റെ രഹസ്യമൊക്കെയാണ് നമ്മൾ വിചാരം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി അപ്പോ പ്രപഞ്ച സൃഷ്ടിക്ക് മുമ്പ് ഒരേ പേരുകൊണ്ട് മാത്രം വ്യവഹരിക്കപ്പെട്ടിരുന്ന ആത്മാവ്, ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ വെള്ളം എന്ന് പറഞ്ഞിരുന്ന ആ കടലിലെ തിര വന്നപ്പോൾ നുര, പത, കുമിളയൊക്കെ വന്നതുപോലെ പ്രപഞ്ച സൃഷ്ടിക്ക് മുമ്പ് ആത്മാവെന്ന് മാത്രം പേരുകൊണ്ട് വ്യവഹരിക്കുന്ന ആത്മാവെന്ന പേരുകൊണ്ട് പറഞ്ഞിരുന്ന ആ ആത്മവസ്തു തന്നെയാണ് സൃഷ്ടിക്ക് ശേഷം അതിനു പുറമെ പല പേരുകൾ കൊണ്ടുകൂടി വ്യവഹരിച്ചു പോകുന്നത്. ഒരേ ആത്മാവ് തന്നെയാണ് സൃഷ്ടിക്ക് ശേഷം നമ്മള് മനുഷ്യനെന്നും മീനും മാനും പാമ്പും പർവ്വതവും പക്ഷിയും നരനും നാരിയും നദിയും ഒക്കെ ആയിട്ട് ഇങ്ങനെ പല പേരുകൾ കൊണ്ട് വ്യവഹരിക്കുന്നത്. ആത്മാവ് മാത്രമാണ് എപ്പോഴും ഉള്ളത്, മറ്റൊന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് അറിയേണ്ടത്. എന്ത് ആ ജന്യനവരത്നമഞ്ജരിയിലെ മീനായതും ഭവതി മാനായതും ആ ഒരു ശ്ലോകം ഉണ്ടല്ലോ, നമുക്ക് എവിടെയാണ് അത് പറഞ്ഞ വളരെ ലളിതമായിട്ട് നമുക്ക് വലിയൊരു തത്വത്തെ എളുപ്പം നമുക്ക് വേദാന്തത്തിന്റെ ബാലപാഠങ്ങൾ പോലും അറിയില്ലാത്ത മനുഷ്യരിലേക്ക് അതെടുത്ത് എളുപ്പം വെച്ച് കൊടുത്താൽ നമുക്ക് മനസ്സിലാവില്ലേ? അത് പഠിക്കാതെ ഈ പറഞ്ഞാൽ പോലും മനസ്സിലാകാത്ത വലിയ വലിയ മന്ത്രങ്ങളൊക്കെ എടുത്ത് അർത്ഥം പോലും അറിയാതെ നമ്മൾ പഠിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മളൊന്നും അറിയില്ല, പഠിക്കില്ല എന്ന് ഗുരുവിനറിയാം. അപ്പോ അതുകൊണ്ടാണ് അതെല്ലാം വളരെ ലളിതവത്കരിച്ച് മലയാള ഭാഷയിലേക്ക് ഗുരു നമുക്ക് തന്നിട്ട് നമ്മൾ അതിനെയൊക്കെ എന്ത് വിലയാ കൽപ്പിച്ചിരിക്കുന്നതെന്ന് ആലോചിച്ച് നോക്കൂ. ലളിതാ സഹസ്രനാമം കൽപ്പിക്കുന്നത് പോലെ പിന്നെ ദേവി മഹാത്മ്യത്തിന്റെ ഒക്കെ അടുത്ത് നമ്മുടെയൊക്കെ മനസ്സില് ജന്യനവരത്നമഞ്ജരി വന്നിട്ടുണ്ടോ എന്ന് എല്ലാവരും ഓരോരുത്തരും വിചാരം ചെയ്യേണ്ടതുണ്ട്. കാരണം ഇതിന്റെയൊക്കെ സത്ത എടുത്തിട്ടാണ് ഗുരു കൃതികളാക്കി നമുക്ക് തന്നിരിക്കുന്നത്. ഇനിയൊരു തലമുറ ഉണ്ടെങ്കിലെങ്കിലും അവര് അതിന്റെ സത്ത ഉൾക്കൊള്ളട്ടെ എന്നാണ് പ്രാർത്ഥിക്കുന്നത്.
കാരണം ഒരു ജന്മം മതിയോ നമുക്കിതെല്ലാം ഈ 1000 നാമങ്ങൾ വെച്ച് 9 ശ്ലോകങ്ങൾ കൊണ്ട് 1000 നാമങ്ങൾ ചൊല്ലുന്ന കാര്യങ്ങൾ വളരെ ലളിതമായി മലയാള ഭാഷയിൽ തന്നിട്ടുണ്ടെങ്കിൽ അത് പഠിച്ച് തത്വം അറിഞ്ഞ് രക്ഷപ്പെടാനല്ലേ നമ്മൾ ശ്രമിക്കേണ്ടത്. വലിയ വലിയ തത്വങ്ങൾ ഉൾക്കൊണ്ടിട്ട് സ്ഥൂല രൂപത്തിലോ സൂക്ഷ്മ രൂപത്തിലോ സൂക്ഷ്മതര രൂപത്തിലോ ഒക്കെ പറഞ്ഞാണ് ബ്രഹ്മാത്മൈക്യ സ്വരൂപിണിയായ ദേവിയെ ലളിതാ സഹസ്രനാമം പറഞ്ഞു വരുന്നത്. അത് എത്രയോ ഉള്ളിലേക്ക് ആഴ്ന്നിറങ്ങി ചെന്നാലാണ് ഒരു ജിജ്ഞാസുവിന് അത് മനസ്സിലാവുക. ഗുരു അത് വളരെ ലളിതമായിട്ട് പിന്നെ ജനിനവർത്ത മഞ്ജരിയിൽ നമുക്കത് പറഞ്ഞു വെച്ചിട്ടുണ്ട്. പഠിക്കുവാൻ ഗുരുവിൽ പൂർണ്ണമായ മനസ്സർപ്പിച്ചുകൊണ്ട് ഗുരുവിൽ വിശ്വാസത്തോടു കൂടി ഗുരുപദിഷ്ഠ വേദാന്ത വാക്യങ്ങളിൽ വിശ്വാസത്തോടു കൂടി ആ കൃതിയൊക്കെ ഒന്ന് തൊട്ട് വന്ദിച്ച് ആ പരമഗുരുവിൻ്റെ പാദങ്ങളിൽ മനസ്സർപ്പിച്ചുകൊണ്ട് എനിക്കിത് ഇതിൻ്റെ പൊരുൾ മനസ്സിലാകണേ മഹാഗുരു എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടൊക്കെ വായിക്കുക. അത് ഓരോ ശ്ലോകം ചൊല്ലും തോറും നമ്മളറിയാതെ മറ്റൊരു ലോകത്തേക്ക് പോകും. അനുഭവം അതാണ് നമ്മൾ ഗുരുവിൻ്റെ കൃതികളിലേക്ക് എത്തുമ്പോൾ നമ്മൾ അനുഭവപ്പെടുന്ന ഒരു വൈകാരികമായ അനുഭവമാണ്. പലപ്പോഴും അങ്ങനെയാ, ചിലപ്പോൾ പൂർണ്ണമാക്കാൻ പോലും പറ്റാറില്ല. പിന്നെ ഓരോന്നും നമ്മളെ ഗുരുവിൻ്റെ കൃതികൾ ഓരോന്നും നമ്മൾ പറയാറില്ല, ഒരു പിതാവ് എങ്ങനെയാണോ സ്വന്തം മക്കള് എന്തെല്ലാം നേടണം ഈ ലോകത്തുനിന്ന് പോകുമ്പോൾ അവരെന്തെല്ലാം നേടിയിരിക്കണമെന്ന് ഒരു പിതാവിന്റെ വാത്സല്യത്തോടെ ഗുരു കണ്ടുവച്ചിട്ടുണ്ടല്ലേ. കരുതി വെച്ചിട്ടാണ് നമുക്ക് എല്ലായിടത്തും ഓരോന്ന് തന്നിട്ടും ഈ കാക്കപ്പൊന്നിനെയും മിന്നാമിനിങ്ങിന്റെ വെട്ടമൊക്കെ തേടി നമ്മൾ ഇങ്ങനെ ഓടി നടക്കുകയാണ്. എന്തുകൊണ്ടാണെന്ന് എത്ര ചിന്തിച്ചിട്ടും മനസ്സിലാകുന്നില്ല. അപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞത് ആത്മാവാ ഇതമഗ്ര ആസീത് നാന്യത് കിഞ്ചന മിഷത് സ ഈക്ഷത ലോകാനസൃജത. ആ ഈശ്വരൻ സങ്കല്പം ചെയ്തിട്ട് ഈ ലോകങ്ങളെ സൃഷ്ടിച്ചു എന്ന് പറയുക. അപ്പൊ നമുക്കൊരു സംശയം വരാം. കാരണം നമ്മൾ നേരത്തെയൊക്കെ പഠിച്ചു, ആത്മാവ് ചിന്ത കൊണ്ട് അറിയാൻ പറ്റില്ല, മനസ്സുകൊണ്ട് അറിയാൻ പറ്റില്ല, വാക്കുകൊണ്ട് അറിയാൻ പറ്റില്ല എന്നൊക്കെ നമ്മൾ പഠിച്ചു. പിന്നെ എന്താണ് ഈ ശ്രുതി ആത്മാവ് ചിന്തിച്ചു എന്ന് പറയുന്നത്? വേദം, ശ്രുതി എന്ന് പറഞ്ഞ വേദം എന്തുകൊണ്ടാണ് അചിന്യമെന്നും അഗ്രാഹ്യം എന്നൊക്കെ പറഞ്ഞ ആ തത്വത്തെ ആത്മാവ് ചിന്തിച്ചു എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് എന്ന് ഒരു ചോദ്യം ചോദിച്ചാൽ, ഇന്ദ്രിയ മനസ്സുകൾക്ക് അതീതമായ ആത്മാവ് എങ്ങനെയാണ് ആലോചിക്കുക എന്നാണെങ്കിൽ നമ്മൾ അതിന് കൊടുക്കുന്ന ഒരു ഉത്തരം എന്താന്ന് വെച്ചാല്, സർവജ്ഞനായ ആത്മാവ്, സർവജ്ഞനായ ജഗദീശ്വരൻ എല്ലാ ചൈതന്യങ്ങൾക്കും ചൈതന്യമായ പരമ്പൊരുളാണ്. ആ പരമ്പൊരുളിന് ഇന്ദ്രിയങ്ങളെ കൂടാതെ തന്നെ അറിയുന്നതിനും ചിന്തിക്കുന്നതിനും ആത്മാവിന് സാധിക്കും. ഇന്ദ്രിയങ്ങളില്ലാതെ തന്നെ ചൈതന്യങ്ങൾക്ക് ചൈതന്യമായ പരമ്പൊരുളിനെ അറിയാനും അനുഭവിക്കാനും അനുഭവം ഉള്ളതുകൊണ്ട് സാധിക്കും. നമ്മളൊക്കെ മറ്റൊന്നിന്റെ അനുഭവം കൊണ്ട് നമ്മളെ പ്രകാശിക്കുന്ന ആത്മചൈതന്യത്തിന്റെ വെളിച്ചത്തിലാണ് നമ്മളൊക്കെ സംസാരിക്കുന്നത്. പക്ഷെ മറ്റൊന്നിന്റെയും സഹായമില്ലാതെ സ്വാനുഭവത്തോടു കൂടിയ ആ പരമ്പൊരുളിനെ ഇന്ദ്രിയ മനസ്സുകളില്ലാതെ തന്നെ അറിയാനും ചിന്തിക്കാനും സാധിക്കും എന്നുള്ളത് നമ്മൾ അറിയണം. ഇപ്പൊ നമ്മള് സത്തിന്റെ ഭാഗത്ത് നിന്ന് പ്രപഞ്ച സൃഷ്ടിയെ പറയുന്ന ഉപനിഷത്ത് വാക്യങ്ങൾ വിചാരം ചെയ്തുകൊണ്ടിരിക്കുന്നു. ചാന്തോക്യ ഉപനിഷത്ത് പറഞ്ഞു, ഐതരേയ ഉപനിഷത്ത് വിചാരം ചെയ്തു. അവിടെയൊക്കെ ഈ ഏകതയെയാണ് പറഞ്ഞത്, രണ്ടില്ലാത്ത ഏകതയെയാണ് പറഞ്ഞത്. സൃഷ്ടിക്ക് മുമ്പ് കേവലം സത്ത് മാത്രമായിരുന്നു എന്നാണ് പറഞ്ഞത്. ഗുരുവും നമുക്ക് ഈ സൂത്രത്തിലൂടെ അതാണ് പറഞ്ഞു തരുന്നത്. അപ്പോ സത്തിന്റെ ഭാഗത്ത് നിന്ന് പ്രപഞ്ചത്തെ പറയുന്ന ഉപനിഷത്ത് വീണ്ടും പറയുമ്പോൾ തൈത്തിരീയ ഉപനിഷത്തിന്റെ ഗുരുവിന്റെ വേദാന്ത സൂത്രം ഉപനിഷത്തുമായി കണക്ട് ചെയ്ത് തന്നെ നമ്മൾ പറഞ്ഞു പോകണം. കാരണം ഇത് മറ്റൊന്നും അല്ല ഗുരു രചിച്ച് വെച്ചേക്കണമെന്നൊന്നും അറിയാൻ വേണ്ടി കൂടിയാണ് ഈ ഉപനിഷത്ത് വാക്യങ്ങളൊക്കെ ഉദ്ധരിക്കുന്നത്. നമുക്ക് ഇങ്ങനെ ഇന്ന ഉപനിഷത്തിൽ ഇന്നതുണ്ടെന്നെങ്കിലൊക്കെ ഒന്ന് അറിയണ്ടേ, അതിനു വേണ്ടിയിട്ടാണ്. അപ്പൊ തൈത്തിരീയോപനിഷത്തിലെ ബ്രഹ്മാനന്ദ വല്ലിയില് ഈ വിഷയം പറയുന്നുണ്ട്. തൈത്തിരീയോപനിഷത്ത് ഏതിൽ വരുന്നതാണ്? നമ്മളൊരു ഉപനിഷത്തൊക്കെ പഠിച്ചു കഴിഞ്ഞിരിക്കുന്നവർ ഏതാ ടീച്ചറെ? കൃഷ്ണ യജുർവേദം.
കൃഷ്ണ യജുർവേദത്തിൽ അല്ലെ. യജുർവേദം രണ്ടായിട്ട് പിരിഞ്ഞിട്ടുണ്ട്. ഏതൊക്കെയാ അത്? അതിൽ ഈശാവാസ്യ ഉപനിഷത്ത് വരുന്നത് ഏതിലാണ്? ഏതാണ്? നിങ്ങൾക്ക് ഇപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും സംശയമാണ്. ഇത് നിങ്ങൾ തന്നെ തീർക്കുക. ഉപനിഷത്ത് മുഴുവൻ, ഈശാവാസ്യ ഉപനിഷത്ത് മുഴുവൻ പഠിച്ചു വന്നതാണ്. കൃഷ്ണയജുർവേദാണോ ശുക്ലയജുർവേദത്തിലാണോ പിന്നെ ഈശാവാസ്യ ഉപനിഷത്ത് വന്നതെന്നുള്ളത് അടുത്ത ക്ലാസ്സിൽ ഹോംവർക്കാണ്, നോക്കിയിട്ട് പറയാം. ആ, എന്ത് പെട്ടെന്ന് മറന്നു പോണേ എല്ലാം നിങ്ങൾ നോക്കൂ. അപ്പോൾ ഇവിടെ പറയുകയാണ് അടുത്ത ക്ലാസ്സിൽ അത് ഒന്ന് അത് ഉത്തരം ഏതാണെന്ന് നിങ്ങൾ തന്നെ ഒന്ന് കണ്ടെത്തിയിട്ട് പറയണം കേട്ടോ. അല്ല, അത് അറിയില്ലാഞ്ഞിട്ടല്ല ടീച്ചറെ, എല്ലാവരും ഒന്ന് ചിന്തിക്കട്ടെ എന്ന് കരുതിയിട്ടാണ്. കാരണം നമ്മള് ആ കൃഷ്ണയജുർവേദം എന്താണ്, ശുക്ലയജുർവേദം എന്താണെന്ന് വളരെ കഥകൾ സഹിതം വിശദീകരിച്ചല്ലേ അല്ലേ. അപ്പൊ ഒത്തിരി പറഞ്ഞതാണ്, ആ ഉപനിഷത്തിന്റെ വിചാരവേളയിൽ പറഞ്ഞാണ് അവിടെയൊക്കെ. അപ്പൊ അത് ഉറപ്പായിരിക്കും, ഒരു സംശയവും വരാൻ പാടില്ല. രണ്ടാമതൊരു ഉത്തരം അവിടെ വരാൻ പാടില്ല. കാരണം നമുക്ക് ഗുരു ആകെ ഒരു ഉപനിഷത്തെ മലയാള ഭാഷയിലേക്ക് തർജ്ജമ ചെയ്ത് തന്നിട്ടുള്ളൂ. ആ ഉപനിഷത്ത് എല്ലാ ഉപനിഷത്തുക്കളുടെയും പഠിക്കുന്നതിന് തുല്യമായ തത്വം അതിലടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഗുരു അത് തന്നത്. അപ്പൊ അത് ഏതിൽ നിന്നാണെന്നുള്ളത് നമ്മൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം. അതെന്തായാലും നമുക്ക് ഇനിയിപ്പോ അതൊരെണ്ണം തുടങ്ങിയാൽ അടുത്ത ഇത് കൺക്ലൂഡ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ഇത് ഇത്തിരി പറയാനുള്ള ഒരു ടോപ്പിക്കാണ് ഈ സൂത്രം. ഇത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി ഗുരുദേവ കൃതികള്, ഒത്തിരി കൃതികള്, സദാശിവ ദർശനം പോലെയുള്ള കൃതി, ജന്നി നവരത്ന മഞ്ജരി പോലെയുള്ള കൃതികള് ഒക്കെ എളുപ്പത്തിൽ മനസ്സിലാകാൻ സാധിക്കും. അപ്പൊ അടുത്ത ക്ലാസ്സിൽ ആരും ആബ്സെന്റ് ആകരുത്. അതിന്റെ ബാക്കി ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ വിചാരം ചെയ്യാം. അടുത്ത ക്ലാസ്സിൽ അതിനെ കുറിച്ച് പറയാം കേട്ടോ. പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി.